കഫേ ഡി സ്റ്റോറീസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് കഫേ ഡി സ്റ്റോറീസിൽ നമ്മളോടൊപ്പം ചേരുന്നത് വൈദ്യശാസ്ത്ര രംഗത്തെ നിരവധി സംശയങ്ങൾക്കും അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണവും നടത്താനായി ടെലിവിഷൻ പരിപാടികളിൽ ആദ്യമായി ശ്രദ്ധേയമായത് പൾസ് എന്ന ടെലിവിഷൻ പ്രോഗ്രാമാണ്. ഏഷ്യാനെറ്റിലൂടെ നമ്മൾ കണ്ട് പരിചയിച്ച ആ മുഖം ഇന്ന് കഫേ ഡി സ്റ്റോറീസിലൂടെ ചാനൽ ഡിയുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചേരുന്നു. ഡോക്ടർ SS ലാലാണ് ഇന്ന് നമ്മളോടൊപ്പം കഫേ ഡി സ്റ്റോറീസിലേക്ക് ചേരുന്നത്. സോ വെൽക്കം ടു ഷോ. ഓക്കെ. 90കളിൽ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് ശേഷം 93-ലാണ് ഈ പറഞ്ഞ പൾസ് എന്നുള്ള പ്രോഗ്രാം ഏഷ്യാനെറ്റ് തുടങ്ങുന്നത്. അതിൽ ആ ഒരു ടെലിവിഷൻ രംഗത്ത് തന്നെ ഡോക്ടറോട് ചോദിക്കാമെന്നുള്ളൊരു പങ്ക്തി ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ആ ഒരു പൾസ് എന്നുള്ള പ്രോഗ്രാമായിരുന്നു. ഒരു സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലേക്ക് ചിന്തിക്കാനും അത്തരത്തിലൊരു പ്രോഗ്രാമായിട്ട് മുമ്പോട്ട് പോകാനുള്ള സാഹചര്യം എങ്ങനെയായിരുന്നു? ദൂരദർശനിൽ ആരോഗ്യ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അധികം പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റാത്ത പരിപാടികളായിരുന്നു. പിന്നെ ഏഷ്യാനെറ്റ് വരുമ്പോഴത്തേക്ക് ഒരു പ്രൈവറ്റ് ചാനൽ വരുന്നു, സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ചാനലാണെന്ന് അറിഞ്ഞു. ഞാൻ അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഞാൻ മെഡിക്കൽ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ മെഡിസിൻ പാസ്സായി 2-3 വർഷം ആണ്, 90-ൽ പാസ്സായി 93-ലാണ് ഈ പ്രോഗ്രാം തുടങ്ങുന്നത്. ആ കാലയളവിൽ തന്നെ ഈ ആരോഗ്യരംഗത്ത് ഒരുപാട് സാമൂഹ്യ വിഷയങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോൾ ആരോഗ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചികിത്സ എന്ന് പറയുന്നത് ഒരു സയൻസ് മാത്രമല്ല, ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങളും കൂടെ കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ശ്രദ്ധിച്ച കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടായിരിക്കുകയും ഞാൻ മാസികകളിലൊക്കെ എഴുതുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പോഴാണ് ടെലിവിഷൻ വന്നത്. അപ്പോൾ എനിക്കൊരു അവസരം കിട്ടി. അപ്പോൾ ഞാൻ എൻ്റെ ചിന്താഗതികൾ, ഞാൻ മാത്രമല്ല ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ഡോക്ടർമാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. അപ്പോൾ ഞാൻ ആ അവസരം ഉപയോഗിച്ച് എൻ്റെ ചിന്താധാരകളെയും അതുപോലെ സമാനമായി ചിന്തിക്കുന്ന ഡോക്ടർമാരെയൊക്കെ പരിപാടികളിലേക്ക് കൊണ്ടുവന്നിട്ട്, അതുപോലെ മെഡിസിനിൽ പൊതുവെ ഒരു മിസ്റ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നു. മെഡിസിൻ എന്ന് പറയുന്നത് ഡോക്ടർമാർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു സാധനമാണെന്നൊരു ചിന്താഗതി ഉണ്ട്. കൂടുതലായിട്ടും ഈ രോഗങ്ങളുടെ പേരുകളൊക്കെ പറയുന്നത് തന്നെ നമുക്ക് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്ക്. അപ്പോൾ അതിനൊന്ന് ഡീമിസ്റ്റിഫൈ ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശവും. അത് സംഭവിക്കുകയും ചെയ്യുമെന്നാണ് തോന്നുന്നത്. സാധാരണക്കാരുടെ വിഷയം മനസ്സിലാകുന്ന രീതിയിൽ മെഡിക്കൽ വിഷയങ്ങൾ ഡോക്ടർമാരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു രീതിയും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. അത് പറഞ്ഞു വന്നപ്പം അതിനോട് ചേർന്ന് ചോദിക്കട്ടെ, ഈ ഡോക്ടർമാർ സാധാരണ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്ന കൂട്ടത്തിൽ ഈ അവരുടെ ഒരു എഴുത്തുണ്ട്. അത് ഈ ഇവിടെ മെഡിക്കൽ ഷോപ്പിലുള്ള ആളുകൾക്ക് മാത്രമേ അത് വായിക്കാൻ കഴിയൂ. രണ്ട് കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ മെഡിക്കൽ പരിശോധനയൊക്കെ നടത്തിയിട്ട് ടെസ്റ്റോ മരുന്നുകളൊക്കെ എഴുതുന്നത് സാധാരണ ഡിക്ഷണറിയിൽ കാണുന്ന വാക്കുകളായിരിക്കണമെന്നില്ല. പ്രത്യേകിച്ച് ഒരുപാട് ട്രേഡ് നെയിമുകൾ, ഇപ്പോൾ പാരസെറ്റമോൾ എന്ന് പറയുന്ന മരുന്ന് നമ്മൾ ഫെപ്പാനിലെന്നോ മറ്റ് പല മരുന്നുകളുടെ പേരുകളിലായിരിക്കും. അതൊരു സാധാരണ ഡിക്ഷണറിയിലൊന്നും കാണുന്നില്ല. പല ഏതെങ്കിലും കമ്പനി ഇട്ട പേരുകളോ അല്ലെങ്കിൽ ഇനി ശാസ്ത്രീയ നാമം എഴുതിയാൽ തന്നെയും സാധാരണ മനുഷ്യർ ഉപയോഗിക്കുന്ന വാക്കുകളൊന്നും ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഒരാൾക്കൊരു പെട്ടെന്ന് പരിചയമുള്ള ഒരു വാക്കായിട്ട് തോന്നില്ല. അപ്പോൾ നമ്മൾ കാറെന്നോ ബസ്സെന്നോ ട്രെയിനെന്നോ എയ്റോപ്ലെയിനൊക്കെ എഴുതിയാൽ മറ്റുള്ളവർ കണ്ടിട്ടുള്ളൊരു വാക്കായിരിക്കും. അതൊന്ന് ഒരു കാര്യമുണ്ട്. രണ്ടാമത് എഴുതുന്നത് അശ്രദ്ധമായി എഴുതുന്ന ഒരു ഡോക്ടർമാരുടെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ചേരുമ്പോഴത്തേക്ക് ഇതെന്താ എഴുതിയിരിക്കുന്നത് മനസ്സിലാകില്ല. ഇനി സ്പെല്ലിംഗ് കൃത്യമായി മനസ്സിലായാൽ തന്നെ ഇതെന്താണെന്ന് മനസ്സിലാക്കണമെന്നില്ല. ഈ രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഡോക്ടർമാരെ കൈയക്ഷരം ശരിയല്ല എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെപ്പോലെ തന്നെ സാധാരണക്കാരനെ ഒരു ഫാർമസിസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിയുമ്പോൾ വളരെ കൃത്യമായിട്ട് ആ ഫാർമസിസ്റ്റ് അത് വായിച്ചെടുക്കുകയും അതിനുള്ള മരുന്ന് തരികയും ചെയ്യുമ്പോഴാണ് സാധാരണ ജനങ്ങൾക്ക് ഈ ഒരു സംശയം ഉണ്ടാകുന്നത്. എന്തായാലും നമുക്ക് ഈ ടെലിവിഷൻ പരിപാടി 11 വർഷത്തോളം ഏകദേശം നീണ്ടു നിന്നൊരു പ്രോഗ്രാമായിരുന്നു. സാധാരണയിൽ ഒരു പ്രോഗ്രാമുകൾ അത്രത്തോളം നീണ്ടു നിൽക്കാറില്ല, അത് സ്വാഭാവികമായിട്ടും നല്ലൊരു കാലയളവാണ്. ആ ഒരു കാലയളവിനുള്ളിൽ തന്നെ സാധാരണ ജനങ്ങൾക്ക് വൈദ്യശാസ്ത്ര രംഗത്തെ ഒരുപാട് കാര്യങ്ങൾ, ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിയാത്ത മേഖലകളിലേക്ക് നിരവധി പ്രശസ്തരും പ്രമുഖരുമായിട്ടുള്ള ഡോക്ടർമാരും അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളെയൊക്കെ കൊണ്ടുവന്ന് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു അന്ന് ഇൻ്റർനെറ്റ് ഒന്നും അവൈലബിൾ അല്ല തുടങ്ങിയ കാലത്തൊക്കെ പ്രത്യേകിച്ച്. അപ്പോൾ പൊതുജനങ്ങൾക്ക് ആരോഗ്യത്തെപ്പറ്റി അറിയണമെങ്കിൽ ഈ ആരോഗ്യ മാസികകളോ അല്ലെങ്കിൽ പരിചയമുള്ള ഡോക്ടർമാരോട് ചോദിക്കുക വഴിയുള്ളൂ. ഡോക്ടർമാരെല്ലാം തിരക്കായിരുന്ന കാരണം പലപ്പോഴും ഡോക്ടർമാരോട് ചോദിച്ചത് മനസ്സിലാക്കാൻ കഴിയില്ല. ആശുപത്രികളിലൊക്കെ വലിയ തിരക്കായിരിക്കും. പിന്നെ അതൊരു വലിയൊരു പ്രശ്നവുമായിരുന്നു. ഇപ്പോൾ ഞാൻ ഇന്ത്യയിൽ ജോലി ചെയ്തതിന് ശേഷം പല രാജ്യങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡിൽ ജോലി ചെയ്തിരുന്നു, അമേരിക്കയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നു. ഇവിടെയൊക്കെ സമ്പന്ന രാജ്യങ്ങളാണ്, അവിടെ റിസോഴ്സസ് കൂടുതലുണ്ട്. രോഗികൾക്ക് കുറച്ച് രോഗികളെ മാത്രം നോക്കിയാൽ ഒരു ഡോക്ടർക്ക് കമ്പയർഡ് ടു ഇന്ത്യ ചിലപ്പോൾ ഞാനും ഡോക്ടറായിട്ട് പ്രാക്ടീസ്, എൻ്റെ മുന്നിൽ 200 പേര് ക്യൂ നിന്ന ദിവസങ്ങളുണ്ട്. 3-4 മണിക്കൂർ കൊണ്ട് അവരെയൊക്കെ നോക്കി തീർക്കണം. ശരിക്കും വികസിച്ച രാജ്യങ്ങളിൽ, ധനമുള്ള രാജ്യങ്ങളിൽ
ഒരു ഡോക്ടർ 15-20 രോഗിയൊക്കെ ഒരു ദിവസം നോക്കിയെന്ന് വരുള്ളൂ. അപ്പോൾ അവർക്ക് കൂടുതൽ സമയമുണ്ട്, കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ പറ്റും. നമുക്ക് ഇപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു വെച്ച കാര്യത്തിൽ അതിൽ ഇന്ത്യയിലേക്ക് എത്തിച്ചേരുമ്പോൾ ഒരുപക്ഷെ ഡോക്ടർമാർക്ക് ഈ ഡോക്ടറിനോടുള്ള ഒരു താല്പര്യം കൂടുതലുണ്ടായിരിക്കും. ഇത്രയധികം ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത് വിദേശ രാജ്യങ്ങൾ അല്ലെങ്കിൽ വികസിച്ച രാജ്യങ്ങളിലേക്കൊക്കെ ഒരു 20-30 പേഷ്യൻസ് ആയിരിക്കും ഒരു പരമാവധി ഒരു ഡോക്ടർ സാധാരണ നോക്കുക. അപ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് കൂടുതൽ സമയം ചെലവിടാനും കൃത്യമായിട്ട് അത് പഠിക്കാനും ഒക്കെ ഒരു സാവകാശവും സമയമൊക്കെ കിട്ടുന്നുണ്ട്. 200 പേഷ്യൻസ് ഒക്കെ എത്തിച്ചേരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ അത് അത്രത്തോളം സമയം സാധാരണ ഡോക്ടേഴ്സിന് കിട്ടാറില്ല. അത് പരിശോധനയിൽ ഒരുപാട് പ്രശ്നങ്ങൾ അത് സൃഷ്ടിക്കും. ഡോക്ടർമാരുടെ പണക്കൊതിയല്ല വിഷയം, പ്രത്യേകിച്ച് അത് ഗവൺമെൻറ് ആശുപത്രിയിലാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഡോക്ടർ രോഗി അനുപാതം അതിനനുസരിച്ച് ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഡോക്ടർമാർ ശരാശരി രോഗികളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ഡോക്ടർമാർ കേരളത്തിൽ ഉൾപ്പെടെ കൂടുതലാണെങ്കിൽ പോലും ഈ അവർക്ക് വേണ്ട സ്ഥലങ്ങളിൽ ഡോക്ടർമാർ എത്തിപ്പെടുകയോ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിൽ നിയമിക്കുകയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ കുറവുകളുണ്ട്. അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികൾ ഡോക്ടർമാർക്ക് ആകർഷമല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ മോശമായതുകൊണ്ടൊക്കെ പല സർക്കാർ ആശുപത്രികളിലും വേക്കൻസികളൊക്കെ ഒഴിഞ്ഞു തന്നെ കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ആശുപത്രിയിൽ ഉള്ള ഡോക്ടർമാർ കൂടുതൽ രോഗികളെ നോക്കേണ്ടി വരും. അതാണൊരു പ്രശ്നം. സ്വകാര്യ ആശുപത്രികൾ സത്യം പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് താല്പര്യമുള്ളവരല്ലെങ്കിൽ ഒരു ധനാഗമന മാർഗമായി ചികിത്സയെ കാണുന്ന ഒരു പ്രവർത്തിക്കുന്ന മേഖല സ്വകാര്യ മേഖലയാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്, അല്ലാതെ ഉണ്ട്. പക്ഷെ അവിടെയാണ് സത്യം പറഞ്ഞാൽ കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള സൗകര്യങ്ങൾ കിട്ടുന്നത്. കാരണം എന്നാലേ അവർക്ക് ക്ലയൻസിനെ കിട്ടുള്ളൂ. തീർച്ചയായിട്ടും. അങ്ങനെ നമുക്ക് ആ ഒരു രംഗത്ത് നിന്ന് ഡോക്ടർ അവിടെ നിന്ന് സാധാരണഗതിയിൽ MBBS പാസ്സായി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്ത് എല്ലാവരുടെയും ആഗ്രഹം ആ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിച്ചു പോവുക, അതുമായിട്ട് കൂടുതൽ ഒരു എക്സ്പെർട്ടൈസ് ചെയ്യുക, ആ ഒരു സേവനം കൊടുക്കുക എന്നുള്ള. പക്ഷേ ഡോക്ടർ SS ലാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് എന്ന് തുടക്കം മുതൽ തന്നെ നമ്മൾ പറഞ്ഞ കാര്യത്തിൽ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അവിടെ സാധാരണ ഒരു രോഗികളെ പരിശോധിക്കുന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം അതിൻ്റെ MBBS-നൊപ്പം തന്നെ മറ്റ് ഡിഗ്രികൾക്ക് ശേഷം അദ്ദേഹം MBA പാസ്സാകുന്നു. അതിൻ്റെ ഈ വൈദ്യശാസ്ത്ര രംഗത്തെ ഒരു ടെക്നിക്കൽ സൈഡിലേക്കൊക്കെ അദ്ദേഹം നീങ്ങുകയാണ്. അവിടെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇത് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന MBBS വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ MBBS പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികളുടെ പേരൻസിനും ഒക്കെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യത്തിലേക്കാണ് ഇനി എൻ്റെ ഒരു ചോദ്യം പോകുന്നത്. കാരണം വൈദ്യശാസ്ത്ര പഠനത്തിന് ശേഷം ഈ തരത്തിൽ നീങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡിലേക്ക് നീങ്ങണം എന്നുള്ളൊരു താല്പര്യം എങ്ങനെയാണ് ഡോക്ടർക്ക് ആ ഒരു ചിന്താഗതി ഉണ്ടാകുന്നു, ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകുന്നു ഒക്കെ? ഞാൻ MBBS പാസ്സായി കഴിയുമ്പോഴും എനിക്ക് ആശുപത്രികളിൽ പ്രവർത്തിക്കാൻ താല്പര്യമാണ്, അല്ലെങ്കിൽ രോഗികളെ നോക്കിയിരിക്കാൻ താല്പര്യമാണ്. അതിൻ്റെ 10 വർഷത്തോളം ഞാനങ്ങനെ ചെലവഴിക്കുകയും ചെയ്തു. പക്ഷേ എപ്പോഴും ഈ പൊതുജനാരോഗ്യം എന്ന് പറയുന്നത് ആരോഗ്യരംഗത്തിൻ്റെ ഒരു മൊത്തത്തിലൊരു മാനേജ്മെൻറ്റാണ്. അപ്പോൾ ഒരു ആശുപത്രിയിലോ ഒരു ക്ലിനിക്കിലോ ഒരു റൂമിലിരുന്നോ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളല്ല നമ്മുടെ നാട്ടിലുള്ളത്. ഇൻഡിവിജ്വൽ രോഗികളുടെ പ്രശ്നങ്ങൾ ചിലപ്പോൾ നമുക്ക് ഒരു ക്ലിനിക്കിലോ ഒരു ആശുപത്രിയിലിരുന്ന് പരിഹരിക്കാൻ പറ്റും. പക്ഷേ നാട്ടിലെ പൊതുജനാരോഗ്യ പ്രശ്നങ്ങൾ അതിന് നേതൃത്വമാണ് വേണ്ടത്. അപ്പോൾ അതിന് പൊതുജനാരോഗ്യ രംഗത്ത് വിദഗ്ധരായി മാറേണ്ടി വരും. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ MBBS പഠിക്കുമ്പോൾ നമ്മളൊരു പൊതുജനാരോഗ്യ വിദഗ്ധനാക്കിയൊന്നും മാറ്റുന്നില്ല. സോറി, അവരവരുടെ മെഡിക്കൽ വിഷയങ്ങളിൽ അവരവരെ മെച്ചപ്പെട്ട ഡോക്ടറാക്കുകയും ചെയ്യുന്നുള്ളൂ, സ്പെഷ്യലൈസേഷൻ ചെയ്യുമ്പോൾ പോലും. പക്ഷേ പൊതുജനാരോഗ്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ആരോഗ്യരംഗത്തെ പ്ലാനിങ്, ആരോഗ്യരംഗത്തെ ധനാഗമന മാർഗങ്ങളെപ്പറ്റി ആലോചിക്കുക, ആരോഗ്യരംഗത്ത് ആവശ്യത്തിന് പ്രവർത്തകരുണ്ടോ എന്ന് നോക്കുക, ആരോഗ്യ പ്രവർത്തകരുണ്ടോ എന്ന് നോക്കുക, പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നു നോക്കുക, ആരോഗ്യം പ്രദാനം ചെയ്യുന്നത് നിലവാരമുള്ള രീതിയിലാണോ നോക്കുക. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചേർന്നിട്ടാണ്. അപ്പോൾ ഒരു ഡോക്ടർക്ക് ഒരു ആശുപത്രിയിൽ അകത്തിരുന്ന് പരിഹരിക്കാൻ വരുന്ന പ്രശ്നമല്ല ജനങ്ങളുടെ പ്രശ്നം, ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നം. അപ്പോൾ അതാണ് പൊതുജനാരോഗ്യ രംഗം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നു. ആ മേഖലയിലേക്ക് വരേണ്ടത് ഒരു ആശുപത്രിയിൽ തന്നെ ഇരിക്കാൻ താല്പര്യം കാണിക്കുന്നവരായിരിക്കില്ല ഒരു പക്ഷേ. അപ്പോൾ അതിന് പുറത്തേക്ക് കടന്ന് ആശുപത്രി ചുരുകൾക്ക് പുറത്തേക്ക് കടന്നിട്ട് ഈ ആരോഗ്യരംഗത്ത് നേതൃത്വം കൊടുക്കാൻ കഴിയുന്നവരായിരിക്കണം. അപ്പോൾ എനിക്കൊരു നേതൃത്വശീലം ഉണ്ടായി. ഞാൻ പഠിച്ചിരുന്നപ്പോഴൊക്കെ ലീഡർഷിപ്പിലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ MBBS പാസ്സായി കഴിഞ്ഞപ്പോൾ മാസ്റ്റർ പബ്ലിക് ഹെൽത്ത് കോഴ്സ് ഇന്ത്യയിൽ ആദ്യമായി തുടങ്ങി. അത് ഇന്ത്യയിൽ ആദ്യത്തെ കോഴ്സ് തന്നെ തിരുവനന്തപുരം ശ്രീചിത്രയിലായിരുന്നു. അപ്പോൾ ആ ബാച്ചിൽ അഡ്മിഷൻ കിട്ടി. പിന്നെ മറ്റ് പഠനങ്ങൾ നടത്താൻ പറ്റി. അപ്പോൾ പിന്നെ ഈ അവസരങ്ങളൊക്കെ എന്നെ തേടി വരികയായിരുന്നു, ലോകാരോഗ്യ സംഘടന പോലുള്ള ജോലികൾ. അതിൽ ഒരു കാര്യം എടുത്ത് ചോദിക്കാനുള്ളത്, ഇപ്പോഴും ഡോക്ടറുടെ പ്രൊഫൈലിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം എഴുതിയിരിക്കുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് പബ്ലിക് ഹെൽത്ത് ലീഡർ എന്ന ഒരു ടേമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ ഒരു ഡോക്ടർ ഉപയോഗിക്കാത്തൊരു ടേമായിട്ടാണ് ഞാനത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. ഈ ലീഡർ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഡോക്ടറായതിനു ശേഷം തുടങ്ങിയതല്ല.
യൂണിവേഴ്സിറ്റി കോളേജിലെ ഏറ്റവും അവസാനത്തെ KSUവിൻ്റെ ചെയർമാനാണ് എന്നോടൊപ്പം ഇരിക്കുന്ന ഡോക്ടർ SS ലാൽ എന്ന് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, ആ ഒരു കാലഘട്ടത്തിൽ പഠിച്ചവർക്കല്ലാതെ. അതിനുശേഷം മെഡിക്കൽ കോളേജിലും 2 പ്രാവശ്യം KSUവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘടനയുടെ ചെയർമാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ക്യാമ്പസ് സംഘടനയായിരുന്നു അത്. ഞാൻ KSUക്കാരനായിരുന്നു തുടക്കം തൊട്ട്. ചോദിച്ചു വരുന്ന കാര്യം അതല്ല ഡോക്ടർ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ അതിപ്രസരം എന്നൊക്കെ പറഞ്ഞ് യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ നിന്നോ അല്ലെങ്കിൽ കോളേജ് തലങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ രാഷ്ട്രീയം നിരോധിക്കുന്ന ഒരുപാട് കാഴ്ചകൾ കാണുന്നുണ്ട്. എത്രത്തോളം അപകടകരമാണ് ഈ കോളേജ് രാഷ്ട്രീയം വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് എത്തിച്ചേരുമ്പോൾ? ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് പാർട്ടി രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നതെന്ന് ഒരു തെറ്റിദ്ധാരണ വരുന്നിട്ടുണ്ട്. ഓഫ് കോഴ്സ് രാഷ്ട്രീയത്തിൽ ഇടപെടുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളൊരു മാധ്യമമാണ്. രാഷ്ട്രീയം അറിയാത്ത ഒരാളും രാജ്യത്തിന് ഗുണം ചെയ്യാൻ കഴിയില്ല, ഏത് മേഖലയിലായാലും. ഇപ്പോൾ അതൊരു സർക്കാർ ഓഫീസിൽ ഇരിക്കുന്ന ആളായാലും ഒരു ആശുപത്രിയിലെ ഡോക്ടറോ നഴ്സോ ആയാലും ഒക്കെ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന എന്തിനാണ്, ആർക്ക് വേണ്ടി ജോലി ചെയ്യുന്നു എന്നൊക്കെ അറിയുന്നത് അതുപോലെ രാഷ്ട്രീയമാണ്. അപ്പോൾ പിന്നെ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ രാഷ്ട്രീയ ബോധം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് രാജ്യത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ കലാലയ രാഷ്ട്രീയത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ രക്ഷകർത്താക്കൾ കലാലയ രാഷ്ട്രീയത്തെ എതിർക്കുന്നത് കുട്ടികൾ കോളേജിൽ പോയി രാഷ്ട്രീയം കളിച്ച് നടന്ന് പഠിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ്. അതിൻ്റെ ആവശ്യമില്ല, അങ്ങനത്തെ പ്രശ്നമില്ല. പഠിത്തവും രാഷ്ട്രീയവും ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന് എനിക്ക് തെളിയും. ഞാനത് ജീനിയസ് ഒന്നുമല്ല, സാധാരണ ഒരു വിദ്യാർത്ഥിയാണ്, പക്ഷേ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കലാലയങ്ങളിൽ നടക്കുന്ന അക്രമങ്ങൾ, അത് അക്രമകാരികൾ കലാലയങ്ങളിൽ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ആക്രമണശീലമുള്ളവരും കുഴപ്പക്കാരും ഒക്കെ എല്ലാ സ്ഥലത്തും കാണും. അവരുണ്ടാകുകയും അവരെ നിയന്ത്രിക്കുന്നതിന് പകരം രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് പിന്തുണ കൊടുക്കുകയും പുറത്തുനിന്നുള്ള പിന്തുണ ഉള്ളതുകൊണ്ടാണ് കോളേജിലെ കലാപങ്ങൾ വലിയ കലാപങ്ങളായി മാറുന്നത്. ഇത്തരക്കാർ അസംബ്ലിയിൽ എത്തുമ്പോഴാണ് അസംബ്ലിയിലും കലാപം ഉണ്ടാകുന്നത്. മനുഷ്യരംഗങ്ങളിൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് തീർക്കാനായിട്ട് അടിച്ചു തീർക്കുകയല്ല വേണ്ടത്. രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ച നടക്കുന്നത് UN ചർച്ച നടക്കുമ്പോൾ UN രാജ്യങ്ങൾ വന്ന് തമ്മിൽ തല്ലുകൂടുകയല്ല, അവർ സംസാരിക്കുകയും സംവദിക്കുകയും ചർച്ച ചെയ്യുകയും ആർഗ്യൂ ചെയ്യുകയും തർക്കിക്കുകയാണ് ചെയ്യുന്നത്, അല്ല തമ്മിലടിച്ച് തീർക്കുകയല്ല. അപ്പോൾ ലോകത്ത് ഒരു പ്രശ്നവും വേറൊരാളുടെ ശരീരത്തിൽ കൈവച്ച് അല്ലെങ്കിൽ അടിച്ചു വീഴ്ത്തി തീർക്കാൻ പറ്റുന്നില്ല, എക്സെപ്റ്റ് ഗുസ്തി മത്സരം. ഗുസ്തി മത്സരം അല്ലല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോൾ രാഷ്ട്രീയം തെറ്റിദ്ധരിക്കപ്പെട്ടു പോയതുകൊണ്ടാണ് കലാലയ രാഷ്ട്രീയത്തിൽ കുട്ടികൾ ഇടപെടരുതെന്ന് പറയുന്നത്. കലാലയ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിഞ്ഞില്ലെങ്കിൽ നേതൃത്വ ഗുണമുള്ളവരെ വാർത്തെടുക്കാൻ കഴിയില്ല. മന്ത്രിയാക്കാനും MLA-മാരെ ആക്കാനും കഴിവില്ലാത്തവനെ ഓടിച്ചിട്ട് പിടിക്കേണ്ടി വരും. തീർച്ചയായിട്ടും രാഷ്ട്രീയം ഒരു തൊഴിലായി മാറുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ പറഞ്ഞ ഒരു ആശയം വളരെ പ്രസക്തമാവുകയാണ്. കാരണം ഈ ആശയങ്ങൾ തമ്മിലുള്ള സംഘടനം അല്ലാതെ ആളുകൾ തമ്മിലുള്ള സംഘടനമല്ല രാഷ്ട്രീയമെന്ന് വളരെ വ്യക്തമായ രീതിയിൽ തന്നെയാണ് ഡോക്ടർ SS ലാൽ നമ്മളോട് പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തായാലും കലാലയ രാഷ്ട്രീയം നിരോധിക്കുന്നതിനോട് തീർത്തും എതിർപ്പുള്ള ആൾ തന്നെയാണ് ഡോക്ടർ SS ലാൽ. നമുക്ക് അവിടെ നിന്ന് മുമ്പോട്ട് നീങ്ങുമ്പോൾ ഈ ടെലിവിഷൻ രംഗത്തെ പ്രവർത്തനങ്ങൾ അതെല്ലാം ശേഷം പിന്നീടും കുറച്ചു കാലം അദ്ദേഹം വൈദ്യശാസ്ത്ര രംഗത്ത് നമുക്ക് സേവനം നൽകിയിരുന്നു. പിന്നീടാണ് WHO-യുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനുമായി ചേർന്ന് നിരവധി സംരംഭങ്ങളാണ് അങ്ങ് ഇന്ത്യയിൽ ചെയ്തത്. ഇന്ത്യയിൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ തന്നെ അങ്ങ് പ്ലേസ് ചെയ്യുകയും ചെയ്തത്. ഞാൻ മാസ്റ്റർ പബ്ലിക് ഹെൽത്ത് കഴിഞ്ഞപ്പോൾ MBBS പാസ്സായ ഒരു 9 വർഷമോ 10 വർഷത്തിന് താഴെ ആയുള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ MPH മാസ്റ്റർ പബ്ലിക് ഹെൽത്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഉടനെ 99-ൽ എനിക്ക് ലോകാരോഗ്യ സംഘടനയുടെ ക്ഷയരോഗ രംഗത്തെ ഒരു റിക്രൂട്ട്മെൻറ്റിൽ ആദ്യത്തെ ലിസ്റ്റിൽ തന്നെ ഞാൻ വന്നു. ക്ഷയരോഗ നിയന്ത്രണ രംഗത്ത് ഇന്ത്യൻ ഗവൺമെൻറ്റിനെ സഹായിക്കാനായിട്ട് ലോകാരോഗ്യ സംഘടന ആദ്യം എടുത്തൊരു 16 പേരിൽ ഇന്ത്യയിലെടുത്തതിലൊന്ന് ഞാനും പെട്ടു. പിന്നെ ആ ഗ്രൂപ്പ് വലുതായി ഒരു 60 പേരൊക്കെ. അപ്പോഴത്തേക്കൊരു ദേശീയതലത്തിൽ ഒരാളെടുത്തപ്പോൾ എനിക്ക് കേരളത്തിൽ നിന്നുള്ള എനിക്ക് കിട്ടി. ഞാനൊരു നാഷണൽ ഓഫീസറായി മാറി. അങ്ങനെ ഒരു 4 വർഷം ഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തിച്ചു. അവിടെ അങ്ങനെ പ്രവർത്തിക്കുമ്പോഴത്തേക്ക് WHO റീജിയണൽ ഓഫീസ് ഈസ്റ്റ് തിമോർ എന്നൊരു കൺട്രിയിലേക്ക് രാജ്യത്തേക്ക് ഒരു അന്തർദേശീയ ഓഫീസർ വേണമായിരുന്നു. അപ്പോൾ ആ സെലക്ഷനിൽ എനിക്ക് തന്നെ കിട്ടി. അങ്ങനെ ഈസ്റ്റ് തിമോറിൽ വർക്ക് ചെയ്തു. അവിടെ 2 വർഷത്തോളം വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ജനീവയിൽ ഗ്ലോബൽ ഫണ്ട് എന്ന് പറഞ്ഞ് അന്ന് WHO ഭാഗമായിരുന്നത് ഗ്ലോബൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനത്തിലേക്ക്, അത് രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങൾക്ക് ക്ഷയരോഗം, HIV ആൻഡ് മലമ്പനി ഈ 3 രോഗങ്ങൾക്ക് തടയാനായിട്ട് അതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സാമ്പത്തിക സഹായം ചെയ്യുന്ന ഒരു കൂറ്റൻ സ്ഥാപനമാണ് ഗ്ലോബൽ ഫണ്ട്. എനിക്കതിന് ജോലി കിട്ടി. അവിടെ ഒരു 5 വർഷത്തോളം പ്രവർത്തിച്ചപ്പോൾ ഈ പാത്ത് എന്ന് പറയുന്നത് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന അത് ലോകാരോഗ്യ സംഘടനയുടെ ഒരു പാർട്ട്ണറാണ്. UN ഓർഗനൈസേഷനിൽ ഒരു പാർട്ട്ണറാണ്. ഒരു അമേരിക്കൻ ഓർഗനൈസേഷനാണ്. ലോകത്തൊരു 75 രാജ്യങ്ങളോടും അവരുടെ പ്രവർത്തനമുണ്ട്. അപ്പോൾ അവരുടെ ക്ഷയരോഗ വിഭാഗത്തിൻ്റെ ആഗോള ഡയറക്ടർ പൊസിഷൻ ഇങ്ങനെ പരസ്യപ്പെടുത്തിയപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു, എനിക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ 6 വർഷമായിട്ട് ഇപ്പോൾ അമേരിക്കയിലാണ്. ക്ഷയരോഗ രംഗത്താണ് കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നത്. ക്ഷയരോഗ രംഗത്ത് എന്ന് പറയുമ്പോൾ തന്നെ ഡോക്ടറോട് ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്കിവിടെ UAE സംബന്ധിച്ചോളം ഇവിടെ നമ്മൾ വിസ മെഡിക്കൽ എന്ന് പറയുന്നൊരു പ്രോസസ്സുണ്ട്. നമ്മൾ ആ വിസ സ്റ്റാമ്പ് ചെയ്യുന്നതിന് മുമ്പ് അതിലിവിടെ കൃത്യമായിട്ടും നമുക്ക് ഒരു എക്സ്റേ നമ്മുടെ ആദ്യത്തെ ഒരു പരിശോധനയുടെ ഭാഗമാണ്.
അത് പാസ്സായാൽ മാത്രമേ നമുക്ക് വിസ സ്റ്റാമ്പ് ചെയ്യാൻ കഴിയുള്ളൂ. ആ ഒരു രോഗത്തിൽ നിന്ന് പ്രധാനമായിട്ടും നോക്കുന്നത് ക്ഷയരോഗം തന്നെയാണ് എന്നുള്ളതാണ് വൈദ്യശാസ്ത്ര രംഗത്തുള്ളവർ പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് മോചനമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ഒരു വിസ സ്റ്റാമ്പ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് ഇവിടെ. ഇന്ത്യയിലേക്ക് എത്തിച്ചേരുമ്പോൾ ഒരുപക്ഷെ ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ക്ഷയരോഗം അതുപോലെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ക്ഷയരോഗികളുള്ള രാജ്യം നമ്മുടെ രാജ്യം തന്നെയാണ്. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പകർച്ച ഉണ്ടാകുന്നത് ക്ഷയരോഗം എന്നുള്ള ഒരു അസുഖത്തിൻ്റെ? ക്ഷയരോഗം എന്ന് പറയുന്നത് രോഗം തന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകൾ പഴയ ജിപ്സികൾ പഴയ ഈ നമ്മുടെ മമ്മികളിൽ പോലും ക്ഷയരോഗം ഉണ്ടായിരുന്നതിൻ്റെ ക്ഷയരോഗാണുക്കളുടെ സാന്നിധ്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള രോഗമാണ്. ഇത് വായുവിലൂടെ പകരുന്ന രോഗമാണ്. നമ്മൾ ഒരാൾ ചുമക്കുകയോ തുമ്മുകയോ ഒക്കെ ചെയ്യുമ്പോൾ ക്ഷയരോഗമുള്ള ആളാണെങ്കിൽ അയാളുടെ വായ്ക്കകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന ജലകണങ്ങളിൽ ആയിരക്കണക്കിന് ക്ഷയരോഗാണുക്കളുണ്ടാകാം. ആ ക്ഷയരോഗാണുക്കൾ അന്തരീക്ഷത്തിൽ നിൽക്കുകയും മറ്റൊരാൾ ശ്വസിക്കുമ്പോൾ അയാളുടെ ശ്വാസകോശത്തിലേക്ക് കയറുകയും ചെയ്യും. അപ്പോൾ ലോകത്ത് 1/3 ആൾക്കാരുടെ 25%-ലധികം ആൾക്കാർക്ക് ഈ ക്ഷയരോഗാണുക്കൾ ശരീരത്തിലുണ്ട്. ഓൾറെഡി ഉണ്ട് എന്ന് പറഞ്ഞാൽ ക്ഷയരോഗം ഉള്ളവർ ചുമക്കുന്നിടത്ത് തുമ്മുന്നിടത്തൊക്കെ നിന്നിട്ട് അത് ഉള്ളിലേക്ക് വലിച്ചിട്ട് ശരീരത്തിൽ അണുക്കളെത്തുന്നുണ്ട്. ഈ അണുക്കളെത്തുന്ന എല്ലാവരും ക്ഷയരോഗികളാകണമെന്നില്ല. ഒരു 10% പേരൊക്കെ അവരുടെ ജീവിതകാലത്തിനിടയിൽ ക്ഷയരോഗികളാകുള്ളൂ. നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി അതെപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ അണുക്കൾ കൊണ്ടുവന്നിട്ട് 90% പേരും അണുക്കളോടെ തന്നെ മരിച്ചു പോകും, രോഗികളാകില്ല. പക്ഷേ ചിലർക്ക് അവരുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കുറയുമ്പോൾ അത് ചിലപ്പോൾ പ്രായം കൂടുമ്പോഴാകാം, അല്ലെങ്കിൽ നേരെ ഭക്ഷണം കഴിക്കാതെ വരുമ്പോഴാകാം, അല്ലെങ്കിൽ ചില ഇനം മരുന്നുകൾ കഴിക്കുമ്പോഴാകാം, അല്ലെങ്കിൽ HIV പോലുള്ള രോഗങ്ങൾ വരുമ്പോഴാകാം. ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കുറയുമ്പോൾ ഈ അണുക്കൾ ക്ഷയരോഗാണുക്കൾ ശരീരത്തിൽ ഉണ്ടായിരുന്ന അണുക്കൾ ആക്റ്റീവ് ആകുകയും അവർ ക്ഷയരോഗം ആക്കുകയും ചെയ്യും. അപ്പോൾ പൂർണ്ണമായി ക്ഷയരോഗം വരും. ഈ എക്സ്റേ പരിശോധന എന്ന് പറയുന്നത് അത് എക്സ്റേ പരിശോധിച്ചാൽ ക്ഷയരോഗമാണോന്ന് അറിയാൻ കഴിയില്ല. പക്ഷേ ക്ഷയരോഗവും ഇപ്പോൾ ക്ഷയരോഗമുണ്ട്, ആക്റ്റീവ് ക്ഷയരോഗം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ക്ഷയരോഗിയായിരിക്കുന്ന ഒരാളാണെങ്കിൽ എക്സ്റേയിൽ വ്യത്യാസമുണ്ടാകും. സാധാരണ ഒരാൾക്ക് കിട്ടുന്ന എക്സ്റേയേക്കാൾ വ്യത്യസ്തമായിരിക്കും ക്ഷയരോഗമുള്ള ഒരാളുടെ എക്സ്റേ. ചിലപ്പോൾ അത് പണ്ട് വന്ന ക്ഷയരോഗവും ആകാം. അപ്പോൾ ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റാണ്. എക്സ്റേ എടുത്തിട്ട് എക്സ്റേക്ക് എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അത് ക്ഷയരോഗമാണ് തീർത്ത് പറയാൻ കഴിയില്ല. പക്ഷേ മിക്കവാറും എല്ലാ ക്ഷയരോഗികളും എക്സ്റേയിൽ പെടും. ചിലപ്പോൾ അത് ലങ് ക്യാൻസറോ ഒക്കെ വേറെ ആണെന്നൊക്കെ വരാം. അപ്പോൾ മറ്റ് പരിശോധനകൾ ചെയ്യേണ്ടി വരും. ഒരു സ്ക്രീനിങ് ടെസ്റ്റായിട്ടാണ് എക്സ്റേ. പക്ഷേ ഇപ്പോൾ അത് രാജ്യങ്ങളിലേക്ക് കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റായിട്ട് എല്ലായിടത്തും ഉപയോഗിക്കുന്നില്ല. പലയിടത്തും വന്നതിന് ശേഷമൊക്കെയാണ് ക്ഷയരോഗം ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നതും. അത് ഒരു തരത്തിൽ നല്ലതാണ്. കാരണം ക്ഷയരോഗികളെ കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും ക്ഷയരോഗം കുറഞ്ഞ രാജ്യങ്ങളിൽ ആ രോഗം പെരുകാതിരിക്കാനും സഹായിക്കും. പക്ഷെ അതിൻ്റെ പേരിൽ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നത് കഷ്ടവുമാണ്. കാരണം ക്ഷയരോഗം പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാവുന്ന രോഗമാണ്. നമ്മൾ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു രാജ്യത്ത് ജീവിക്കുന്നത് കൊണ്ട് തന്നെ അതിൽ അത്രത്തോളം ഇവിടുത്തെ അധികൃതർ അതിനൊരു മുൻകരുതൽ എടുക്കുന്നു എന്നുള്ളതാണ് ഡോക്ടർ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ. വായുവിലൂടെ പോലും പകരാൻ സാധ്യത ഉള്ള ഒരു രോഗമായതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ UAE അധികൃതർ അത്തരത്തിലുള്ള നടപടിയുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. പക്ഷേ വേറെ കാര്യം ചോദിക്കട്ടെ ഡോക്ടർ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട് വൈദ്യശാസ്ത്ര രംഗത്തുള്ള റിപ്പോർട്ടുകളനുസരിച്ച് ഒരുപാട് പേർക്ക് ഈ ഇപ്പോഴത്തെ ഒരു പുതിയ നമ്മുടെ ജീവിതശൈലി രോഗം ഡയബറ്റിക്സ് ആണ് ഈ ക്ഷയരോഗത്തിൻ്റെ ഉള്ള അധികം ആളുകളും മരിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. ഒന്ന് ഡയബറ്റീസ് ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒന്ന് HIV ആയിട്ടുള്ള HIV ആണ് കൂടുതൽ. ഇപ്പോൾ ലോകത്ത് ഒരു വർഷം 1 കോടി ജനങ്ങൾക്ക് ക്ഷയരോഗം ഉണ്ടാകുന്നുണ്ട്. അതിൽ 25% ഇന്ത്യയിലാണ്. പിന്നെ അതുപോലത്തെ പൊതുവെ ദരിദ്ര രാഷ്ട്രങ്ങൾ പാവപ്പെട്ടവൻ്റെ രോഗമാണ് ക്ഷയരോഗം. ഇപ്പോഴും ക്ഷയരോഗം ആർക്കും വരാം, കാരണം വായുവിലൂടെ പകരുന്നതാണ്. പക്ഷേ പാവപ്പെട്ടവർക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങൾ മോശമായതുകൊണ്ടും ഭക്ഷണം കുറവായതുകൊണ്ടും പോഷകമൂല്യം കുറവായതുകൊണ്ടും മറ്റൊക്കെ ക്ഷയരോഗം വരാം. കൂടാതെ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് കൂടുതൽ HIV ബന്ധപ്പെട്ട് ക്ഷയരോഗം വരുന്നത്. കാരണം ആഫ്രിക്കയിലാണ് HIV കൂടുതൽ. അപ്പോൾ HIV ഉള്ളവർക്ക് രോഗപ്രതിരോധ ശക്തി കുറവായതുകൊണ്ട് അവർക്ക് ക്ഷയരോഗം കിട്ടാം. ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളിലും നമ്പർ വെച്ച് കൂടുതലാണ്, കാരണം ഒരുപാട് പേര് ജനസംഖ്യ ഉള്ളതുകൊണ്ട്. പക്ഷേ HIV ക്ഷയരോഗം കൂടെ ഒരുമിച്ച് വരുന്നത് അങ്ങനെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ക്ഷയരോഗികളിൽ HIV-ക്കാരുടെ എണ്ണം പൊതുവെ കുറവാണ് ആഫ്രിക്കയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഈ പറഞ്ഞു വന്നത് ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കുറയ്ക്കുന്ന പ്രശ്നങ്ങളെല്ലാം ക്ഷയരോഗത്തിന് കാരണമാണ്. അതുകൊണ്ടാണ് ഈ ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹ രോഗമുള്ളവർക്ക് ക്ഷയരോഗം വരാനുള്ള സാധ്യത മറ്റ് ജനങ്ങളെക്കാൾ അല്പം കൂടുതലാണ്. പിന്നെ പുകവലിക്കാർക്ക്, അങ്ങനെ പല മനുഷ്യർക്കും ഇതുപോലെ ക്ഷയരോഗത്തിനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഇവിടെയൊക്കെ പറയുമ്പോൾ അറിയേണ്ടത് ക്ഷയരോഗം പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കി ജീവിതം തുടരാമെന്നാണ്. ക്ഷയരോഗം വന്നിട്ട് ഒരുപാട് ഡോക്ടർമാരുൾപ്പെടെ ഉണ്ട്. ക്ഷയരോഗത്തിന് കൃത്യമായി മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആ ക്ഷയരോഗം പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാം. പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാം. ആ ക്ഷയരോഗത്തിൻ്റെ അണുക്കൾ പിന്നെ ശരീരത്തിൽ ഉണ്ടാവില്ല. എന്തായാലും അത് നമുക്കൊരു പുതിയ അറിവായിട്ട് എടുക്കാം. ക്ഷയരോഗം പൂർണ്ണമായിട്ട് ചികിത്സിച്ച് മാറ്റാമെന്നാണ് ഡോക്ടർ. പക്ഷേ മരുന്ന് കഴിക്കണം. ക്ഷയരോഗത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലിരിക്കുന്ന ചികിത്സാ രീതി അനുസരിച്ച് തന്നെ ക്ഷയരോഗത്തിന് 6 മാസം തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കണം.
ഈ 6 മാസം മരുന്നുകളൊന്നും മുടങ്ങാതെ കൃത്യമായി ഡോക്ടർ പറയുന്ന അളവിൽ മരുന്ന് കഴിച്ചാൽ ഏതാണ്ട് പൂർണ്ണമായും ചികിത്സ മാറും. അപൂർവം പേർക്ക് ക്ഷയരോഗം ചിലപ്പോൾ ചികിത്സ ഭേദം വളരെ ചെറിയ ശതമാനത്തിന് ഭേദമായില്ലെന്ന് വരും. ചിലപ്പോൾ അവർക്ക് അടുത്ത തന്നെ മരുന്നുകൾ വേണ്ടി വരും, അല്ലെങ്കിൽ ചിലർക്ക് വീണ്ടും വന്നു വരും. പക്ഷേ സാധാരണഗതിയിൽ മരുന്നുകളെല്ലാം കൃത്യമായി കഴിച്ച ക്ഷയരോഗം പൂർണ്ണമായിരുന്നു. മരുന്ന് മുടക്കിയാൽ അല്ലെങ്കിൽ കൃത്യമായി കഴിക്കാതിരുന്നാൽ രോഗപ്രതിരോധ ശേഷിയുള്ള അല്ലെങ്കിൽ ഈ മരുന്നുകൾക്കെതിരെ പ്രതിരോധിച്ച് നിൽക്കാൻ ശേഷിയുള്ള രോഗാണുക്കളായി നമ്മുടെ ക്ഷയരോഗാണുക്കൾ മാറും ശരീരത്തിൽ. അപ്പോൾ അതുകൊണ്ടെന്ന് പറ്റുമെന്ന് പറഞ്ഞാൽ പിന്നെ ആ മരുന്ന് ഇഫക്റ്റീവ് അല്ലാതെ വരികയും വീര്യം കൂടിയ മരുന്നുകളൊക്കെ ഉപയോഗിച്ച് ഒരുപാട് നാൾ ട്രീറ്റ് ചെയ്യേണ്ട 2 വർഷം വരെയൊക്കെ ചികിത്സയ്ക്ക് മാറ്റേണ്ട ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB എന്നൊക്കെ പറയുന്ന കടുത്ത ക്ഷയരോഗമായി മാറും. അപ്പോൾ അതുകൊണ്ട് ക്ഷയരോഗം ആദ്യമായിട്ട് ഒരാൾക്ക് വരുന്നതെങ്കിൽ മരുന്ന് കുറിച്ച് കഴിഞ്ഞാൽ കൃത്യമായി മുടങ്ങാതെ 6 മാസം കഴിച്ചു കഴിഞ്ഞാൽ അത് മാറിക്കിട്ടും. ഈ അടുത്ത കാലത്തുള്ള പത്രത്താളുകളൊക്കെ ഇടം പിടിക്കുന്ന ഒരു വാർത്തയാണ് ആൻറ്റിബയോട്ടിക്സുകളെ അതിജീവിക്കുന്ന തരത്തിലേക്ക് ഈ ബാക്ടീരിയ വളർന്നു വരുന്ന ഒരു രീതി. ഇപ്പോൾ പെൻസിലിൻ കണ്ടെത്തുന്നതിന് മുമ്പ് ആളുകൾ എങ്ങനെ മരിച്ചിരുന്നോ അതേ ഒരു അവസ്ഥയിലേക്ക് നമ്മളൊരു പക്ഷേ എത്തിയേക്കാം. ഇപ്പോഴത്തെ ഒരു ബാക്ടീരിയ ആൻറ്റിബയോട്ടിക്കിനെയും അതിജീവിക്കുന്ന തരത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു കാര്യം കൂടി അടുത്ത കാലത്തുള്ള പത്രങ്ങളിലൊക്കെ ഇടം പിടിച്ച വാർത്തകളാണ്. എങ്ങനെയാണ് ഡോക്ടർ ഇത് മനുഷ്യൻ്റെ ശരാശരി ആയുസ് കൂടാനൊരു പ്രധാന കാരണം ആൻറ്റിബയോട്ടിക്കുകളുടെ കണ്ടുപിടുത്തമാണ്. ആൻറ്റിബയോട്ടിക്കുകൾക്ക് മുമ്പ് രോഗാണുക്കൾ വന്നു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ ശരീരത്തെ ആക്രമിച്ചു കഴിഞ്ഞാൽ ബാക്ടീരിയ ആക്രമണം ശരീരത്തിന് പ്രതിരോധിച്ച് നിൽക്കാനുള്ള കഴിവിനെ ആശ്രയിച്ചിരിക്കും നമ്മൾ ജീവിച്ചിരിക്കുകയോ ഇല്ല എന്നുള്ളത്. അപ്പോൾ ക്ഷയരോഗത്തിൽ പോലും ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് സ്വയം രോഗം മാറാറുണ്ട്. പക്ഷേ ഭൂരിഭാഗം ആൾക്കാർ മരിച്ചു പോകുമായിരുന്നു. അപ്പോൾ ക്ഷയരോഗം ഉൾപ്പെടെയുള്ള ബാക്ടീരിയകൾ എന്ന് പറയുന്ന സൂക്ഷ്മാണുക്കൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾക്കെതിരെ ആൻറ്റിബയോട്ടിക്കുകൾ വന്നതോടുകൂടിയാണ് മനുഷ്യൻ കൂടുതൽ ജീവിച്ചിരിക്കാൻ തന്നെ കാരണമായത്. പക്ഷേ ഇത് വളരെ ജുഡീഷ്യസ് ആയിട്ട് വളരെ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് ഗുണത്തേക്കാൾ വളരെ ദോഷം ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു ജീവിയെ നമ്മൾ ആക്രമിക്കാൻ വരുന്നൊരു ജീവിയെ ചിലപ്പോൾ നമ്മൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തേണ്ടി വരും. അപ്പോൾ കീഴ്പ്പെടുത്താനായിട്ട് നമ്മൾ ആയുധം തന്നെ ഉപയോഗിക്കണം. ഒരു ജീവിയെ ചെറിയ ചുള്ളിക്കമ്പെടുത്ത് അടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ആ ജീവി നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തും. അതുപോലെയാണ്. അപ്പോൾ ബാക്ടീരിയ എന്ന് പറയുന്നത് എല്ലാ ബാക്ടീരിയയും രോഗം ഉണ്ടാക്കുന്നതല്ല. ചില ബാക്ടീരിയ നമ്മുടെ ശരീരത്തിന് ആവശ്യവുമാണ്. ശരീരത്തിലെ നമുക്ക് ശരീരത്തിന് ആവശ്യമായ ചില വിറ്റാമിനുകൾ ഉൽപ്പാദിപ്പിക്കാൻ വരെ സഹായിക്കുന്ന ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ ഉണ്ട്. എല്ലാ ബാക്ടീരിയയും രോഗകാരികളല്ല. പക്ഷേ രോഗകാരികളായ ബാക്ടീരിയ നമ്മൾ കൊന്നുകളയും. അവ നമ്മളെ കൊല്ലാതിരിക്കാനായിട്ടുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള മരുന്നുകളാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ആൻറ്റിബയോട്ടിക്കുകൾ. പക്ഷെ അത് കൃത്യമായി ഉപയോഗിച്ചില്ലെങ്കിൽ ഈ നമ്മുടെ ശരീരത്തെ ആക്രമിച്ച ആ രോഗാണുവിന് തന്നെ ഈ ആൻറ്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാനുള്ള ശക്തി, ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, അത് പറ്റുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കൊടുത്ത മരുന്നുകളുണ്ട് ഈ രോഗാണുക്കളെ ചെറുക്കാൻ പറ്റാതെ വരികയും ഈ രോഗാണുക്കൾ മറ്റുള്ളവരിലേക്ക് പടരുമ്പോൾ ഓൾറെഡി മരുന്നുകൾ ചെറുക്കാൻ ശേഷിയുള്ള രോഗാണുവായി തന്നെ അടുത്ത ആൾക്ക് രോഗം കിട്ടുകയും ഒന്നുകിൽ ചില മരുന്നുകൾക്ക് ചില രോഗാണുക്കളെ കൊല്ലാൻ പറ്റാതെ തന്നെ വന്നിട്ട് മനുഷ്യൻ മരിച്ചു പോവുകയോ അല്ലെങ്കിൽ ഈ ക്ഷയരോഗത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB ആകുമ്പോൾ വളരെ വീര്യമുള്ള മരുന്നുകൾ ശരീരത്തിന് കേടുണ്ടാക്കാവുന്ന, ശരീരത്തിന് തകർത്ത് കളയാവുന്ന, എന്നാൽ കഴിക്കാതിരിക്കാൻ പറ്റില്ല മരുന്നുകൾ തന്നെ കഴിക്കേണ്ടി വരും. ഒരു 2 വർഷം വരെ കഴിക്കേണ്ടി വരും. ഇത് ബാക്ടീരിയയിൽ ഉണ്ടാകുന്ന ഒരു ജനിതക മാറ്റം എന്ന് പറയുന്ന അവസ്ഥ. ജനിതക മാറ്റം. നമ്മൾ ഒരു ജീവി ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അതും ചെറുത്ത് നിൽക്കാൻ ശ്രമിക്കും. ആ ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമാണ് ഞാൻ പറഞ്ഞു. നമ്മൾ കൃത്യമായ ആയുധം കൊണ്ടല്ല ആക്രമിക്കുന്നതെങ്കിൽ അത് നമ്മളെയും നമ്മുടെ ആയുധത്തെയും കീഴടക്കും. അവിടേക്ക് ചെന്നെത്താതിരിക്കാനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ 2 കാര്യങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്, ഡോക്ടർമാരോട് പറയുന്നുണ്ട് അനാവശ്യമായ സന്ദർഭങ്ങളിൽ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കരുത്. എന്നാൽ പോലും ചില അക്കാര്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. ആവശ്യമില്ലാത്തടത്ത് ഇപ്പോൾ വൈറൽ പനി വന്നു. വൈറൽ പനി വരുമ്പോൾ വൈറസ് രോഗമാണ്, അത് ബാക്ടീരിയ ഉണ്ടാക്കുന്നതല്ല. അവിടെ ആൻറ്റിബയോട്ടിക് കൊടുക്കേണ്ട കാര്യമേ ഇല്ല. എന്നാലും ചില ഡോക്ടർമാർ ചിലപ്പോൾ സാഹചര്യങ്ങൾ സമ്മർദ്ദം കൊണ്ടൊക്കെ ആൻറ്റിബയോട്ടിക് അങ്ങ് എഴുതും. അപ്പോൾ അനാവശ്യമായ ആൻറ്റിബയോട്ടിക് ഡോക്ടർമാർ എഴുതാതിരിക്കാൻ നോക്കണം. അത് ഏറെക്കുറെ ഫലവത്താകുന്നുണ്ട്. മറുവശം എന്ന് പറയുന്നത് രോഗം വരുമ്പോൾ സ്വയം ചികിത്സയുണ്ട്. നമ്മൾ പണ്ട് ഏതെങ്കിലും ഡോക്ടർ ചികിത്സിച്ച മരുന്നിൻ്റെ ഓർമ്മയിലൊക്കെ ചെന്നിട്ട് സ്വയം നമ്മൾ വാങ്ങിച്ചിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ വാങ്ങിച്ച് കഴിക്കുകയും അത് അപകടം ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ആൻറ്റിബയോട്ടിക് ചികിത്സകളെ പറ്റി പഠിച്ചിട്ടില്ലാത്ത ഇതര ചികിത്സാ രീതികളൊക്കെ ഉണ്ടാകും, നാട്ടുവൈദ്യം ഉൾപ്പെടെ. ഇത്തരക്കാരും രോഗികൾക്ക് ഈ ആൻറ്റിബയോട്ടിക്കുകളെ കുറിച്ച് കൊടുക്കും. അപ്പോൾ അവരിതിൻ്റെ എത്ര നാൾ കഴിക്കാൻ ഡോസ് ഒന്നും പഠിച്ചിട്ടില്ലാത്തവരാണ്. അപ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കേണ്ട മരുന്നാണ്. അത് അനാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അവസാനത്തെ ആയുധം ആദ്യം എടുത്ത് ഉപയോഗിച്ച പോലെ ആയിപ്പോൾ, ആയുധമില്ലാതായിപ്പോൾ. നമുക്ക് കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ആരോഗ്യരംഗത്തിന്, ആരോഗ്യവകുപ്പിന് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളാണ് ചെയ്തു കൂട്ടിരുന്നത്. പ്രത്യേകിച്ചും നിപ്പ വൈറസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വന്ന സമയത്ത്
ഇപ്പോൾ വീണ്ടും ഒരു അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തിൽ. ഈ വവ്വാലുകളുടെ പ്രജനന കാലമാണ് ഈ അടുത്ത 6 മാസത്തേക്ക് എന്ന് പറയുന്നു. ആ 6 മാസത്തേക്ക് എല്ലാവരും കൂടുതൽ ശ്രദ്ധയാലുക്കളായിരിക്കണം എന്നൊക്കെയാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത്. എത്രത്തോളം അപകടകരമാണ് ഡോക്ടർ ഈ ഒരു ഈ നിപ്പ മാത്രമല്ല, ഇപ്പം നമ്മൾ കേരളത്തിൻ്റെ പ്രത്യേകത, കേരളത്തിൻ്റെ അല്ല, ഇപ്പം ലോകം മുഴുവൻ നല്ലൊരു ശതമാനം ജനങ്ങളും ഒരുപാട് യാത്ര ചെയ്യുന്നവരായി മാറിക്കഴിഞ്ഞു. ഒരു രാജ്യത്തെ ഇപ്പം ഞാനിപ്പോൾ വാഷിങ്ടണിൽ നിൽക്കുമ്പോൾ എൻ്റെ ട്രെയിനിൽ, മെട്രോ ട്രെയിനിൽ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചുറ്റും നിൽക്കുന്ന പല നാട്ടുകാരാണ്. അപ്പോൾ പല ഗ്രാമങ്ങളിൽ നിന്നും ഉൾപ്രദേശങ്ങളിൽ നിന്നും ഒക്കെ എത്തിപ്പെടുന്നവരുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മൊബൈലായിട്ടുള്ള വിഭാഗങ്ങളിലൊന്നാണ് മലയാളികൾ. നമ്മൾ പോകാത്ത രാജ്യങ്ങളില്ല. നമ്മൾ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന നമ്മുടെ നാട്ടിലേക്ക് എല്ലാ നാട്ടുകാരും വരും. ഈ മനുഷ്യരുടെ മൂവ്മെൻറ്റ് തുടങ്ങിയോടുകൂടി രോഗങ്ങളും പ്രചരിക്കാൻ തുടങ്ങിയത്. ചരിത്രാതകാലം തൊട്ട് ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം മനുഷ്യർ ചെറിയ കോളനികളായിട്ട് അവിടെ തന്നെ ജീവിച്ചിരുന്നപ്പോഴത്തേക്ക് അവിടുത്തെ രോഗാണുക്കൾ അവിടെ തീരുകയായിരുന്നു. മനുഷ്യൻ പരസ്പരം പ്രത്യേകിച്ച് ട്രേഡിലൂടെ, വ്യവസായത്തിലൂടെ കമ്മ്യൂണിറ്റികൾ പരസ്പരം സഹകരിക്കാൻ കൂടി തുടങ്ങിയപ്പോൾ, യാത്ര കൂടി തുടങ്ങിയപ്പോൾ രോഗാണുക്കളുടെയും വ്യാപനം വരുന്നു. അപ്പോൾ അതുകൊണ്ട് നിപ്പ പോലുള്ള ആദ്യമായിട്ടാണ് നിപ്പ കഴിഞ്ഞ വർഷം ഉണ്ടായത്. നമ്മൾ കേട്ടിട്ടില്ലാത്ത രോഗങ്ങൾ ഇതുപോലെ പലതും വന്നു വരും. മുമ്പ് നമ്മൾ നിയന്ത്രിച്ചു എന്ന് വിചാരിക്കുന്ന മലമ്പനി പോലുള്ള രോഗങ്ങൾ വീണ്ടും ആവർത്തിച്ചു എന്ന് വരും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പുറത്തുനിന്ന് വരുന്നവരെ ശത്രുക്കളായിട്ട് കാണുകയോ രോഗം കൊണ്ടുവരുന്നവരായിട്ട് കാണുകയല്ല. അങ്ങനെയാണ് നമ്മൾ മറ്റു രാജ്യങ്ങൾ നമ്മളും കൊണ്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചില കാര്യങ്ങളിൽ ശുചിത്വം പാലിക്കുക. ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, വെള്ളത്തിൻ്റെ കാര്യത്തിൽ, പിന്നെ ടോയ്ലറ്റ് ഇതിൻ്റെ കാര്യത്തിൽ, കൊതുക് ഉണ്ടാകുന്നതിൻ്റെ കാര്യത്തിൽ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ നിയന്ത്രണം പാലിക്കേണ്ടി വരും. അപ്പോൾ നിരവധി സാംക്രമിക രോഗങ്ങൾ ജലത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ കൊതുകുകളിലൂടെയോ ഒക്കെ പകരുന്നതാണ്. ശുചിത്വമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ശുചിത്വം പാലിക്കുക എന്നുള്ളത് പ്രധാന കാരണം. പ്രത്യേകിച്ച് വൃത്തിയായിട്ട് കൈ കഴുകിയാൽ, അല്ലെങ്കിൽ ചൂടുള്ള ഭക്ഷണം മാത്രം കഴിച്ചാൽ, ശുദ്ധമായ ജലം കഴിച്ചാൽ മാത്രം തടയാവുന്ന ഒരുപാട് രോഗങ്ങൾ നാട്ടിലാണ്. അതുപോലെ തന്നെയാണ് കൊതുകിലൂടെ പകരുന്ന ഭക്ഷണം മരുന്ന് പോലെ കഴിക്കണം, പിന്നീട് മരുന്ന് ഭക്ഷണം പോലെ കഴിക്കേണ്ടി വരും. ഭക്ഷണം സൂക്ഷിക്കാതെ വെച്ചിരുന്ന ഭക്ഷണത്തിൽ വന്ന് ഈച്ച പറ്റിയെന്ന് പറയും. ഈച്ചയുടെ കാലുകളിൽ മലത്തിൻ്റെ അംശമുണ്ട്. അപ്പോൾ ഭക്ഷണത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ചിലപ്പോൾ മലത്തിൽ പറ്റിയിട്ടായിരിക്കും ഈച്ച വന്ന് ചോറിലും പറ്റുന്നത്. നമ്മൾ തുറന്നു വെച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ പഴകിയ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ ഭദ്രമായി സൂക്ഷിക്കാത്ത ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക്. പിന്നെ വെള്ളം, ജലാശയത്തിൽ പലപ്പോഴും ടോയ്ലറ്റിൻ്റെ വരുന്ന മലാംശം പോലും ജലത്തിൽ വന്നു പെടാം. അപ്പോൾ ഭക്ഷണവും ജലവും പിന്നെ കൊതുക് പോലുള്ള പ്രാണികളിൽ നിന്നുള്ള സംരക്ഷണം, ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെയും ഒരുപാട് രോഗങ്ങളെ തടയാൻ കഴിയും. ഇതൊക്കെ പിന്നെ നമ്മൾ ഈ ആശുപത്രികളിൽ, ഇപ്പോൾ നിപ്പയുടെ കാര്യത്തിലൊക്കെ നമ്മൾ ഒരുപാട് വ്യാപിക്കായിരുന്നത് കൃത്യമായ നടപടി എടുത്തുകൊണ്ടാണ്. മനുഷ്യരിലേക്ക് വരുന്നതുകൊണ്ട് ഒരുപാട് രോഗം വന്ന ആളുമായിട്ട് ഒരുപാട് സമ്പർക്കം വരായിരിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ആശുപത്രിയിൽ തന്നെ നമ്മൾ ഒരാൾ കിടന്നു കഴിഞ്ഞാൽ ഒരു ഉത്സവം പോലെയാണ് എല്ലാ കുടുംബങ്ങളും നാട്ടുകാരെല്ലാം കൂടെ പോകും. ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് രോഗങ്ങൾ തടയാൻ കഴിയും. പിന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വയം ചികിത്സിക്കാതെ എത്രയും പെട്ടെന്ന് കൃത്യമായി ചികിത്സിക്കാൻ അറിയാവുന്ന ഡോക്ടറെ അടുത്ത് എത്തുക. ഒരു പനി വന്ന ഉടനെ ഡോക്ടറെ തോടിപ്പോകണമെന്നല്ല, പക്ഷേ രോഗം വഷളാവും സംശയം തോന്നിക്കഴിഞ്ഞാൽ ചികിത്സ തേടുക എന്നുള്ളത് പ്രധാനമാണ്. ഇതുവരെ നമ്മൾ ഇതുവരെയുള്ള ഒരു ഡോക്ടറുടെ ജീവിത യാത്രയും ആ ഒരു വൈദ്യശാസ്ത്ര രംഗത്തുള്ള കാര്യങ്ങളുമൊക്കെ ആയിട്ട് സംസാരിച്ച് ഡോക്ടറുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇതുവരെ അധികം കടന്നിട്ടില്ല. ഡോക്ടറെ സ്വദേശം തിരുവനന്തപുരമാണ്. ഞാൻ ജനിച്ചു വളർന്നെല്ലാം തിരുവനന്തപുരത്ത് ചിറയൻകീഴ് എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. 1 വയസ്സൊക്കെ ആയപ്പോഴേ തിരുവനന്തപുരം നഗരത്തിലെത്തി. പഠനവും കാര്യങ്ങളെല്ലാം പഠിച്ചെല്ലാം ഇവിടെ, സ്കൂളും കോളേജും മെഡിക്കൽ കോളേജും മാസ്റ്റേഴ്സും. വൈഫ് തൃശ്ശൂരുകാരിയാണ്. പക്ഷേ ഞങ്ങൾ പിന്നെ തിരുവനന്തപുരത്തായിരുന്നു കല്യാണ ശേഷം അതുകൊണ്ട് 8 വർഷം. കുട്ടികൾ ഞങ്ങളിപ്പോൾ എല്ലാവരും അമേരിക്കയിലാണ്. അമേരിക്കയിൽ നിന്ന് ഞാൻ പോകണമെന്ന് ആഗ്രഹിച്ചല്ല, പക്ഷേ ഞാൻ എവിടെ ജോലി കിട്ടിപ്പോയാലും കുടുംബത്തോട് ചോദിക്കും താല്പര്യമാണെന്ന്. അവരുടെ സമ്മതിക്കുന്ന രാജ്യങ്ങളിലേക്കാണ് സാധാരണ പോകുന്നത്. അങ്ങനെ ഇപ്പോൾ എല്ലാവരും കൂടെ അമേരിക്കയിലുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഔദ്യോഗിക പദവിയൊക്കെ വഹിച്ചതിന് ശേഷം ഇപ്പോൾ പാക്റ്റിൻ്റെ തലപ്പത്തേക്ക്, പാക്റ്റിലെ പ്രത്യേകിച്ചും TBയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ടെക്നിക്കൽ ഡയറക്ടർ എന്നുള്ള പൊസിഷനിലേക്കാണ് അങ്ങിപ്പോൾ നിയമിതനായിരിക്കുന്നത്. 6 വർഷമായിട്ട് ആ ജോലിയിലാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു വലിയ ഒരു സംഘടന, ആ സംഘടനയ്ക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ പല രാജ്യങ്ങളിലുമായിട്ട് നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് ഈ ഒരു കാര്യങ്ങൾ ഉണ്ടാകുന്നത്? അതിലേക്ക് അങ്ങേക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പങ്കുകളോ കാര്യങ്ങളോ? UN അംഗരാജ്യങ്ങൾ എല്ലായിടത്തും തന്നെ ലോകാരോഗ്യ സംഘടനയുടെ ഓഫീസുണ്ട്. അപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവയിലാണ്. ആ ഹെഡ്ക്വാർട്ടേഴ്സിനെ പ്രതിനിധാനം ചെയ്ത് രാജ്യ തലസ്ഥാനങ്ങളിൽ WHO ഓഫീസ് ഉണ്ടാകും. ചിലടത്ത്
താഴത്തോട്ടുകളിലൊക്കെ ചിലപ്പോൾ ഓഫീസ് ഉണ്ടായിരുന്നു വരും. പ്രത്യേകിച്ച് ആഗോളതലത്തിലുള്ള നയങ്ങളുടെ അടിസ്ഥാനത്തിൽ രോഗങ്ങളെയും ആരോഗ്യാവസ്ഥയൊക്കെ കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ ഗവൺമെൻറ്റുകളെ ഉപദേശിക്കുക എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടനയുടെ ഉദ്ദേശം. അപ്പോൾ ഇന്ത്യൻ ഓഫീസിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ അത് ലോകാരോഗ്യ സംഘടന അല്ലെങ്കിൽ ലോകതലത്തിലുള്ള അന്തർദേശീയ നിലപാടുകളനുസരിച്ച് ഇന്ത്യയിലെയും ആരോഗ്യ സംവിധാനത്തെ പാകപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ നാഷണൽ ഓഫീസേഴ്സ് ആകുമ്പോൾ ചെയ്യുന്നത്. ഞാൻ പ്രവർത്തിച്ച ക്ഷയരോഗ രംഗത്തായിരുന്നു. ക്ഷയരോഗ രംഗത്ത് സ്വകാര്യ മേഖല പങ്കെടുക്കാത്തത് കൊണ്ട് ഇന്ത്യയിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ സ്വകാര്യ മേഖല ക്ഷയരോഗരംഗത്തെ കൈകാര്യം ചെയ്യുന്ന സ്വകാര്യ മേഖല എന്ന് പറഞ്ഞാൽ തന്നെ നിരവധി ലക്ഷക്കണക്കിന് ആശുപത്രികളും ഡോക്ടർമാരും ഇവരൊന്നും ഗവൺമെൻറ്റിൻ്റെ കീഴിലല്ല. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളൊന്നും ഇവിടെ എത്താറില്ലായിരുന്നു. അപ്പോൾ അത് കാരണം ഒരുപാട് ക്ഷയരോഗം ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടാതെ പോവുകയും അതേസമയം തന്നെ സ്വകാര്യ മേഖലയിൽ ഒരു സ്റ്റാൻഡേർഡൈസ് രീതി അല്ലാത്തതുകൊണ്ട് ചികിത്സയിലൊക്കെ പാളിച്ചകൾ വരികയൊക്കെ ചെയ്യുമായിരുന്നു. സ്വകാര്യ മേഖലയെ ക്ഷയരോഗത്തിൻ്റെ പരിപാടിയുടെ അതുമായി ബന്ധപ്പെടുത്തി ചേർത്തിണക്കുക എന്നൊരു വലിയൊരു കാര്യം, അത് ഞാനൊരു പൈലറ്റ് പ്രോജക്റ്റായിട്ട് ഞാനുൾപ്പെടെ ചിലർ പല രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിൽ തുടങ്ങിയ പൈലറ്റ് പ്രോജക്റ്റുകൾ വികസിച്ചാണ് ഇന്ത്യയിൽ ഈ സ്വകാര്യ മേഖല PPP പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ക്ഷയരോഗ രംഗത്തുണ്ടായത്. ഞാനൊക്കെ തുടങ്ങിയ ചില മോഡലുകൾ അന്തർദേശീയ മോഡലുകളാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ചില വ്യാപനത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ സ്കെയിലപ്പ് ചെയ്യുന്ന വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലുണ്ടായിരുന്നപ്പോൾ തന്നെ എനിക്ക് അന്തർദേശീയ ഫണ്ടിങ്ങിന് സ്വാധീനിക്കാൻ കഴിഞ്ഞു. പിന്നെ ഡൽഹിയിൽ വന്നപ്പോഴത്തേക്ക് കോടിക്കണക്കിന് രൂപ ഫണ്ടിങ് സ്ഥാപനങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ എനിക്ക് എത്തിക്കാൻ പ്രത്യേകിച്ച് ക്ഷയരോഗ രംഗത്ത്. പിന്നെ അതിനുശേഷം ജനീവയിലായിരുന്നപ്പോഴും ഇപ്പോൾ അമേരിക്കയിലായിരുന്നപ്പോഴും ഒക്കെ ഈ ഫണ്ടിങ്ങിന് ക്ഷയരോഗ രംഗത്ത് കുറച്ച് HIV രംഗത്തും ലഭ്യമായ ആഗോള ഫണ്ടിങ് ഇന്ത്യയിലേക്ക് എത്തിക്കാനായിട്ട് എനിക്ക് ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന്, ക്ഷയരോഗികൾക്ക് നേരിട്ട് ഉപയോഗപ്പെടുന്ന രീതിയിൽ കോടിക്കണക്കിന് രൂപയാണ്. സാധാരണഗതിയിൽ കേൾക്കാത്ത ചില കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. സാധാരണ ഇവിടെ നിന്ന് അമേരിക്കയിലേക്കൊക്കെ ജോലി കിട്ടി പോയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് നാടിനോടുള്ള കൂറ് കുറഞ്ഞു വരുന്ന കുറേ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഡോക്ടർ ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒക്കെ ഫണ്ടിങ്ങുകൾ ഇന്ത്യയിലേക്ക് എത്തിച്ചു. അത് മറ്റു പ്രവർത്തനങ്ങളിലേക്ക് വേണ്ടി ഒരുപാട് ഇപ്പോഴും തുടരുന്നുണ്ട്. ഞാൻ ജനീവയിലൊക്കെ അല്ലെങ്കിൽ അമേരിക്കയിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അവിടെ ജോലി എവിടെയാണെന്നുള്ളൂ. പക്ഷേ എൻ്റെ ശ്രദ്ധ ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങളിലും അവികസിത രാജ്യങ്ങളിലൊക്കെയാണ്. അപ്പോൾ ഈ ഫണ്ടുകൾ കൂടുതലും വേണ്ടപ്പെട്ട രാജ്യങ്ങളിൽ എത്തിക്കാൻ ഞാൻ ശ്രമിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ എത്തുമായിരുന്നിരിക്കും, എനിക്കറിയില്ല. എൻ്റെ ശ്രമം കൊണ്ട് കൂടുതൽ പണം ഞാൻ എൻ്റെ സ്ഥാപനം വഴി ഒരുപാട് പണം ഈ ഫണ്ടിങ് ഏജൻസികളിൽ നിന്ന് സംഘടിപ്പിച്ച് ഇന്ത്യയിൽ ഉൾപ്പെടെ എത്തിക്കാൻ പറയുമ്പോൾ ഒരു ആകാംക്ഷയോടെ ചോദിച്ചു ഡോക്ടർ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു പ്രോജക്റ്റ്, ക്ഷയരോഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റ് അത് പ്രഖ്യാപിക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫണ്ട് അങ്ങ് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു. ഒരു സാധാരണ വില്ലേജിലുള്ള ഒരു ആശുപത്രിയിലേക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സോഴ്സ്, ഇത് എത്തിച്ചേരുന്ന ഒരു മാർഗം എങ്ങനെയാണ്, റൂട്ട് എങ്ങനെയാണ്? ഇപ്പോൾ ക്ഷയരോഗ പരിപാടിക്ക് അല്ലെങ്കിൽ ക്ഷയരോഗ നിയന്ത്രണത്തിൽ ഇന്ത്യയിൽ ക്ഷയരോഗ പരിപാടിയുണ്ട്. 1962 തൊട്ടേ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റാഫും ഒക്കെ ഉണ്ട്. പലപ്പോഴും പറ്റിപ്പോന്ന് പറഞ്ഞാൽ ഈ ക്ഷയരോഗ പരിപാടി കൃത്യമായി നടത്താനുള്ള ധനം ഗവൺമെൻറ്റിന് സ്വരൂപിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അതിവിടേക്കായിരിക്കും ഗവൺമെൻറ് ശ്രദ്ധ മലയിടത്തേക്ക് മാറിപ്പോവും. അപ്പോൾ അത് കാരണം ഈ പറഞ്ഞ എല്ലാ തലത്തിലും ഡോക്ടർമാരുൾപ്പെടെയുള്ള സ്റ്റാഫ് ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം. അപ്പോൾ അതിന് ഗവൺമെൻറ്, വേൾഡ് ബാങ്ക് അല്ലെങ്കിൽ ഗ്ലോബൽ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ സ്ഥാപനങ്ങളിലൂടെയൊക്കെ പൈസ വാങ്ങിച്ചിട്ട് കുറേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ നികത്താൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ മേജർ പ്രോഗ്രാം അത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ പോലും ചിലപ്പോൾ ഗവൺമെൻറ്റിന് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുള്ള ചില സംസ്ഥാനങ്ങളോ ജില്ലകളോ നഗരങ്ങളോ ഒക്കെ കാണും. അവിടെയൊക്കെ ചിലപ്പോൾ ഗവൺമെൻറ് സ്റ്റാഫിന് തന്നെ ഇത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വരും. അപ്പോൾ അവിടെ നമ്മൾ അഡീഷണൽ സ്റ്റാഫിനെ പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ ബോംബെയിൽ തന്നെ എനിക്ക് 10-50 സ്റ്റാഫ് ബോംബെയിൽ മാത്രമുണ്ട്. ഇന്ത്യക്കാർ തന്നെയാണ്. അപ്പോൾ എനിക്ക് കൺട്രി ഡയറക്ടറുണ്ട് ക്ഷയരോഗത്തിന് ഈ സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട്. ഇന്ത്യയിൽ ആകമാനം എനിക്കൊന്ന് 300-ൽ പരം സ്റ്റാഫ് എനിക്ക് മാത്രമുണ്ട് ക്ഷയരോഗത്തിന് മാത്രം. അപ്പോൾ ഇവർക്ക് തൊഴിൽ കിട്ടുന്നത് മാത്രമല്ല, അത് ഇതിൻ്റെ ഭാഗമായി തൊഴിലും കിട്ടും. കൂടാതെ അപ്പോൾ ഗവൺമെൻറ്റിന് ചെന്നെത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് മുംബൈയിലെ സ്ലമ്മുകളിൽ, ചേരി പ്രദേശങ്ങളിൽ $10 മില്യണോളം ഞാൻ ചെലവഴിച്ചു. ഞങ്ങൾക്ക് കിട്ടിയ ഫണ്ട് $10 മില്യൺ. അപ്പോൾ അതിനുശേഷം പിന്നെ ഗ്ലോബൽ ഫണ്ട് വീണ്ടും ഇപ്പോൾ ഒരു $45 മില്യൺ ഇന്ത്യക്ക് മൊത്തത്തിൽ ഈ ബോംബെ മോഡൽ വികസിപ്പിക്കാൻ കൊടുത്തു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മില്യൺസ് ഓഫ് ഡോളേഴ്സാണ് എത്രയോ കോടി ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ അത് രണ്ട് തരത്തിലാണ്. ഫണ്ട് ഒരു സ്ഥലത്തേക്ക് വരണമെങ്കിൽ ഫണ്ടിൻ്റെ ആവശ്യകത നമ്മൾ കണ്ടുപിടിക്കുകയും ഇവിടെ ഇതാണ് പ്രശ്നം, ഇത്ര പൈസയുടെ കുറവുണ്ടെന്നറിയുകയും അത് ഗവൺമെൻറ്റിനെയും ഫണ്ടിങ് ഏജൻസികളെ അറിയിക്കുകയും അവരിൽ താല്പര്യം ജനിപ്പിക്കുകയും അപ്പോൾ
അവർക്ക് അത് ഫണ്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഫണ്ട് നമ്മൾ പറയാത്തടത്ത് പോകും. നമ്മൾ ശ്രദ്ധ ആകർഷിപ്പിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ ആ ശ്രദ്ധ ആകർഷിപ്പിക്കുകയും പിന്നെ അവർ ചിലപ്പോൾ ഫണ്ടിങ് തയ്യാറാകുമ്പോൾ നമ്മൾ അനാവശ്യമായ പ്രപ്പോസലുകൾ എഴുതി ഫണ്ടിങ് ഉണ്ടാക്കി കൃത്യമായിട്ടൊരു കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്യണം. ഒരു പ്രോജക്റ്റ് കൃത്യമായി പ്ലാൻ ചെയ്ത് അന്തർദേശീയ ഫണ്ടിങ് ഏജൻസിയിൽ നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്യുകയും പ്രവർത്തിക്കുകയും അത് കൃത്യമായി ഫണ്ട് ഉപയോഗിക്കുകയും ചെയ്തില്ലെങ്കിൽ നമുക്ക് പരാജയം സംഭവിക്കും. അവർ തുടർന്ന് ഫണ്ട് തന്നില്ല എന്ന് വരും, ഒരിക്കലും തന്നില്ല എന്ന് വരും. ഫണ്ട് ഉപയോഗിക്കാതിരിക്കുന്നതും പരാജയമായിട്ടാണ് കണക്കാക്കുന്നത്. ഫണ്ട് പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ ചിലവാക്കുകയും ഫണ്ടില്ലാതെ വരികയും ചെയ്യുന്നത് പലപ്പോഴും എന്താണ്, ആ ഏജൻസിക്ക് തന്നെ ഫണ്ട് അധികം തരാൻ പറ്റാത്തതുണ്ടെങ്കിൽ അന്ന് അത് പിന്നും പറഞ്ഞു നിൽക്കാം, അല്ലെങ്കിൽ പുതിയ ഫണ്ട് മാർഗങ്ങൾ കണ്ടുപിടിക്കാം. പൈസ വാങ്ങിച്ച് കീശയിലിട്ടിട്ട് ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ വലിയ പരാജയമായിട്ടാണ്. അവർ മിസ്യൂസ് ഉണ്ട് അപൂർവമായിട്ട്. പിന്നെ ചിലർ ഉപയോഗിക്കില്ല. നമുക്കെപ്പോഴും പൈസ സൂക്ഷിച്ചു വെക്കാനാണ് താല്പര്യം, ചിലവാക്കുന്നതിന്. അതും പരാജയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നമുക്ക് വൈദ്യശാസ്ത്ര രംഗത്തെ കഥകളും കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതവും ഒക്കെ നമ്മൾ കേട്ടു. ആനുകാലിക വിഷയങ്ങളിലേക്ക് ബ്ലോഗുകൾ വായിച്ചു പോകുന്ന കൂട്ടത്തിൽ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയാറുണ്ട് ഡോക്ടർ SS ലാൽ എഴുതുന്ന ബ്ലോഗുകൾ. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു കേരളത്തിലേക്ക് ഒരു രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷങ്ങളിൽ നിരവധി കാര്യങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് തോന്നിയ കാര്യമാണ് ആശുപത്രികളിൽ ഡോക്ടർമാർക്കെതിരെ നടക്കുന്ന ചില ആക്രമണങ്ങൾ. പ്രത്യേകിച്ചും ഒരു കൈപ്പിഴ വന്നുപോയി എന്നുള്ള പേരിൽ, അല്ല ഡോക്ടറുടെ തെറ്റുകൊണ്ടാണ് മരണം സംഭവിച്ചത്, അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വന്ന് ഡോക്ടറെ ആക്രമിക്കുകയും ആശുപത്രി തല്ലിപ്പൊട്ടിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ കേരളത്തിൽ സംഭവിക്കുന്നതാണ്. അങ്ങ് അതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ടും ഡോക്ടർ എന്ന് പറയുന്നത്, ഡോക്ടർക്ക് രോഗി ആരായാലും ശരി, ആ രോഗിയുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ അത് സ്വന്തം കുടുംബത്തിലൊരു അംഗം പോകുന്ന ഒരു ഫീൽ തന്നെയാണെന്ന് അങ്ങയുടെ ഒരു വ്യക്തിപരമായ ഓർമ്മക്കുറിപ്പ് അടക്കമാണ് അങ്ങ് എഴുതിയത്. എങ്ങനെയാണ് ആ ഒരു അത് എല്ലാ മേഖലയിലും പോലെ തന്നെയാണ്. ഒരു വിദ്യാർത്ഥികൾ പരാജയപ്പെടുമ്പോൾ അധ്യാപകനാണ് പരാജയപ്പെടുന്നത്. ഒരു വിമാനം തകരുമ്പോൾ പൈലറ്റാണ് തകരുന്നത്. അതുപോലെ ഒരു രോഗി മരിച്ചു കഴിഞ്ഞാൽ ഡോക്ടറിന് തകർച്ചയാണത്. ഒരു ഡോക്ടറും ശത്രുവിനെ പോലും, ഒരു ശത്രു ഉണ്ടെന്ന് വിചാരിക്കും, അയാളുടെ പോലും രോഗത്തിൻ്റെ കാര്യം വരുമ്പോൾ അയാളെ ചികിത്സിച്ച് ഭേദമാക്കുമ്പോഴാണ് ഡോക്ടർ വിജയിക്കുന്നത്. അപ്പോൾ മനഃപൂർവ്വം ഒരു രോഗിയെ ഒരു ഡോക്ടറും കൊല്ലില്ല. അലസത കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ ഒക്കെ അപൂർവമായി സംഭവിക്കുക. അത്തരം കാര്യങ്ങളിൽ നിയമ നടപടി എടുക്കുന്നതിന് ആർക്കും എതിരഭിപ്രായവുമില്ല. പക്ഷേ ചികിത്സയുടെ കാര്യത്തിൽ ഒരുപാട് അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്. നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ അലർജിക്കെതിരെ കൊടുക്കുന്ന മരുന്നുകൾ പോലും ചിലപ്പോൾ നമുക്ക് പ്രശ്നങ്ങളുണ്ടാക്കിയെന്ന് വരാം. അല്ലെങ്കിൽ ഒരു അസുഖം വരുമ്പോഴത്തേക്ക് കൊടുക്കുന്ന മരുന്നുകൾക്കുണ്ടാകുന്ന പ്രതീക്ഷിക്കാത്ത പാർശ്വഫലങ്ങൾ കൊണ്ട് ഒരാൾക്ക് അപകടം പറ്റിയെന്ന് വരാം. ഒന്നും വേണ്ട, ഒരു ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ചില പ്രത്യേക സാഹചര്യങ്ങൾ, ഒരു സാധാരണ പ്രസവത്തിലോ അല്ലെങ്കിൽ സിസേറിയൻ പ്രസവത്തിലോ ഒക്കെ ഉണ്ടാകുന്ന ചില ഒളിഞ്ഞിരിക്കുന്ന അപകട സാധ്യതകൾ ആരിലുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരാൾക്ക് അടിയന്തരമായി ശസ്ത്രക്രിയ ചെയ്യാൻ നോക്കുന്നത് ചിലപ്പോൾ അയാൾ ഒരു അപകടത്തിന് രക്ഷിക്കാനായിട്ടാണ്. പക്ഷേ അവിടെ ഉണ്ടാകാവുന്ന വളരെ ചിലപ്പോൾ 1,00,000 ഒരാൾക്കായിരിക്കും അതുണ്ടാകുന്നത്. അത് നമ്മുടെ മുന്നിൽ കിടക്കുന്ന രോഗിക്കാണ് സംഭവിച്ചു പോകുന്നതെങ്കിൽ, എപ്പോഴും രോഗി മരിച്ചു കഴിഞ്ഞാൽ, അത് ചികിത്സക്കിടെ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ മനസ്സിലാകുന്ന മരുന്ന് മാറി കുത്തിവെച്ചെന്നോ തെറ്റായി ചികിത്സിച്ചെന്നോ അശ്രദ്ധയാണ്. അപ്പോൾ കയറി ആശുപത്രികൾ തല്ലിപ്പൊളിച്ച് കളയും. ഏത് മരണവും ദുഃഖകരമാണ്. എൻ്റെ വീട്ടിലും മരണം കൊണ്ടായിരുന്നു നമുക്ക് സഹിക്കാൻ പറ്റാതെ. പക്ഷേ അന്നേരം ഒരു ഡോക്ടറെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിന് ദുരന്തങ്ങൾ അനുഭവിച്ചു തുടങ്ങി. മുമ്പ് ഞാൻ ചെറിയ ആശുപത്രി നടത്തിയിരുന്ന പോലും എൻ്റെ മുന്നിൽ കൊണ്ടുവരുന്ന രോഗിയെ ഞാൻ പ്രഥമ ശുശ്രൂഷ നടത്തി അയാൾക്ക് എന്തെങ്കിലും ജീവാപായം ഉണ്ടാകുന്ന ഘടകങ്ങളൊക്കെ മാറ്റിയിട്ട് പിന്നെ വലിയ ആശുപത്രിയിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സാഹചര്യം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ആശുപത്രികൾ ഒരാളെ കിടത്തി എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ആ ആശുപത്രി തല്ലിപ്പൊളിക്കുമെന്ന് വിചാരിച്ചിട്ട് വന്നുടനെ തന്നെ ഏതെങ്കിലും ഞാൻ എടുക്കുന്നില്ല ഇവിടെ ചെയ്യാം. അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ശ്വാസ തടസ്സമോ അല്ലെങ്കിൽ എന്തെങ്കിലും തൊണ്ടയിൽ അടഞ്ഞിരിക്കുന്നു, ഇങ്ങനത്തെ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ട് ഒരാൾ മരിച്ചു പോകാം. അതിനെ രക്ഷപ്പെടുത്തി വിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു തൊണ്ടയിലൊരു എന്താണ് മുറിവുണ്ടാക്കി ശ്വാസം ഉണ്ടാക്കിയെടുക്കുക, ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളെ കൊണ്ട് ഒരാൾ ജീവൻ രക്ഷിക്കാൻ പറ്റും. അത് ചെയ്യുന്നതിനിടയിൽ രോഗി മരിച്ചു പോയാൽ ഉത്തരവാദിത്തം എനിക്കാവുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വലിയൊരു ആശുപത്രിയിലേക്കുള്ള ചൂണ്ടുപലകളായിട്ട് ചെറിയ ഡോക്ടർമാർ മാറുന്നൊരു ദുരന്തം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ദുഃഖകരമാണ്. അപ്പോൾ അത് രണ്ട് തരത്തിലാണ്. ഒന്ന്, ഡോക്ടർമാർക്കും പറയേണ്ട, ജനത്തിന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് നമ്മുടെ പരിമിതികളെപ്പറ്റി. ഈ കച്ചവട താല്പര്യങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ ഡോക്ടർമാരുടെ എണ്ണം കൂടിയിട്ട് അനാരോഗ്യകരമായ മത്സരങ്ങൾ വരുമ്പോൾ ഡോക്ടർമാർക്ക് ഒരുപക്ഷെ തെറ്റിപ്പോകാം. രോഗികളോട് എല്ലാവരോടും എല്ലാം ശരിയാക്കാമെന്ന് പറയുന്നതിൻ്റെ പ്രശ്നമാണ്. എല്ലാം ശരിയാക്കാൻ പറ്റില്ല. മരണത്തെ നമുക്ക് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാനേ പറ്റില്ല, തടയാനേ പറ്റില്ല. ഇപ്പം മനുഷ്യ സഹജമായി ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള മെഡിക്കൽ ഉപകരണങ്ങളും മരുന്നുകളും വെച്ചിട്ടാണ് നമ്മൾ ചികിത്സിക്കുന്നത്. മെഡിക്കൽ സയൻസിൻ്റെ മുന്നിൽ ഉത്തരങ്ങളില്ലാത്ത ഒരുപാട് രോഗങ്ങൾ ഇനിയുമുണ്ട്. ഒരു മെഡിക്കൽ സയൻസിൻ്റെ ഉടനെ നമ്മൾക്കറിയില്ല, ഉടനെ വേറൊരു ചികിത്സാ ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ മേഖല പറയാം ഞങ്ങൾ ചികിത്സിക്കുക ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങനത്തെ ഒരു അനാരോഗ്യകരമായ മത്സരങ്ങൾ
ഉണ്ടാകുന്നത് ഡോക്ടർമാർ ഒഴിവാക്കണം. പിന്നെ പൊതുജനങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഒരു രോഗിയെ രക്ഷിക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അപൂർവമായ സാധ്യതകളുണ്ട് പിഴവുകൾ വരാൻ. അതുപോലും മനഃപൂർവ്വം ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ ഡോക്ടറെ കൂടെ ആക്രമിച്ചു കഴിഞ്ഞാൽ അടുത്ത രോഗിക്ക് ആ പ്രഥമ ശുശ്രൂഷ പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തി. എന്തായാലും സജീവ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു ഡോക്ടർ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ നിന്നൊക്കെ നമുക്കറിയാം. ഡോക്ടറിലെ രാഷ്ട്രീയക്കാരനെ ഒന്ന് പ്രൊവോക്ക് ചെയ്യാനുള്ള ചില ചോദ്യങ്ങൾ കൂടി നമുക്ക് ചോദിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി ഈ ബ്ലോഗ് എഴുതുന്ന കൂട്ടത്തിൽ ശബരിമല വിഷയമൊക്കെ അങ്ങയുടെ ബ്ലോഗിൻ്റെ ഭാഗമായിരുന്നു. ഡോക്ടർ SS ലാൽ പേരുകൊണ്ട് തന്നെ ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വന്ന ആളാണെന്ന് പേരിൽ തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങ് തന്നെ ഇത്തരത്തിൽ ഈ ആചാരങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്ന ആചാരങ്ങൾ തെറ്റാണ്, അല്ലെങ്കിൽ അതിനെ അങ്ങനെ കൊണ്ടുപോകരുത് എന്ന തരത്തിലേക്ക് പ്രത്യേകിച്ച് സമൂഹത്തിൽ കുറച്ചുകൂടി സ്വാധീനം ചെലുത്താൻ കഴിയുള്ള അങ്ങേപ്പോലുള്ള ആളുകൾ എഴുതുമ്പോൾ ഇത് വായിക്കുന്ന സാധാരണക്കാർക്ക് തോന്നുന്ന ഒരു വികാരം അത് എന്തായിരിക്കും? ഇത് ഇങ്ങനെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് സ്ത്രീ പ്രവേശനം നടത്തരുത് എന്ന് പറയുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അത് തെറ്റാണ്, അങ്ങനെയല്ല, ഇങ്ങനെ ആവണം, നടത്തണം, യുവതി പ്രവേശനം ഉണ്ടാവണം എന്ന തരത്തിലേക്ക് അങ്ങ് പറഞ്ഞു വെക്കും. പ്രത്യേകിച്ചും അതിൻ്റെ ഒരു മെഡിക്കൽ റീസൺ അടക്കമാണ് അങ്ങ് പറയുന്നത്. പ്രത്യേകിച്ചും ആർത്തവം എന്ന് പറയുന്നത് അശുദ്ധമല്ല, ആ ഒരു പ്രത്യേക കോൺസെപ്റ്റിലാണ് അങ്ങ് ആ ഒരു വിഷയം അവതരിപ്പിച്ചിരിക്കുന്നത്. എൻ്റെ വിഷയം ശബരിമലയെ അല്ലായിരുന്നു. അപ്പോൾ ഏത് സ്ഥലത്തായാലും സ്ത്രീയെ രണ്ടാന്തരം പൗരനായി കാണുന്ന കാര്യത്തിൽ എനിക്ക് എതിർപ്പുണ്ട്. അതൊന്ന്. അപ്പോൾ അത്തരം കാര്യങ്ങളെ എതിർക്കുക എന്നുള്ള ഒരു നിലപാട് എനിക്കുണ്ട്. പിന്നെ രണ്ടാമത് ആർത്തവത്തെ ഒരു അശുദ്ധമായ ഒരവസ്ഥയാണ് അല്ലെങ്കിൽ അശുദ്ധിയാണെന്ന് പറയുന്നതിന് യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ല. സത്യത്തിൽ മനുഷ്യകുലം, ഞാൻ ജനിച്ചത് തന്നെ എൻ്റെ അമ്മയ്ക്ക് ആർത്തവം ഉണ്ടായിരുന്നുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് കുട്ടികളുണ്ടായത് എൻ്റെ ഭാര്യയ്ക്ക് ആർത്തവം ഉണ്ടായിരുന്നുകൊണ്ടാണ്. അപ്പോൾ അത് ജീവിതത്തിലൊരു സ്വാഭാവികമായ ഒരു പ്രക്രിയ എന്ന് മാത്രമല്ല, വളരെ അത്യാവശ്യമായ ഒരു പ്രക്രിയയാണ്. ഒരു സ്ത്രീക്ക് ആർത്തവം ഇല്ലാത്ത അവസ്ഥ ആലോചിച്ച് നോക്കുക. അപ്പോൾ അതിൻ്റെ പേരിൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും പുരുഷ മേധാവിത്വമുള്ള സമൂഹത്തിൽ അടിച്ചമർത്തപ്പെടുന്ന സ്ത്രീ ആയതുകൊണ്ട് മാത്രം മാറ്റി നിർത്തപ്പെടുന്ന നമ്മുടെ കുടുംബങ്ങൾ തന്നെയുണ്ട്. പെൺകുട്ടികൾക്ക് മുന്നിൽ വരാൻ പറ്റില്ല, ആൺകുട്ടികൾ. അപ്പൊ അങ്ങനെ തമിഴ്നാട്ടിൽ റിപ്പോർട്ട് ചെയ്ത ഗജ ചുഴലിക്കാറ്റുമായിട്ട് ബന്ധപ്പെട്ട ആ പെൺകുട്ടിയെ മാറ്റിക്കിടത്തുകയും കാറ്റത്ത് തെങ്ങ് ഒടിഞ്ഞ് കുട്ടി മരിക്കുകയും ചെയ്ത സംഭവം അടുത്ത സമയത്ത് നടന്ന കാര്യമാണ്. അപ്പോൾ കുടുംബത്തിലും സമൂഹത്തിലും നമ്മുടെ അസംബ്ലിയൊക്കെ എത്ര സ്ത്രീകളുണ്ട്, എത്ര മന്ത്രിമാർ സ്ത്രീകളുണ്ട്. അപ്പോൾ സമൂഹത്തിൽ പൊതുവെ പുറന്തള്ളപ്പെടുന്ന അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്ന സ്ത്രീക്ക് ഒരു പ്രശ്നം കൂടെ കൽപ്പിക്കുന്നതാണ് ആർത്തവം അശുദ്ധം എന്ന് പറയുന്നത്. ആർത്തവ സമയത്ത് സ്ത്രീകൾക്ക് കൂടുതൽ സംരക്ഷണം നൽകണമെന്നോ സഹായം നൽകണമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. ആ സമയത്ത് സ്ത്രീ അശുദ്ധയാണ്, മനുഷ്യരുടെ കൂട്ടത്തിൽ വരാൻ പാടില്ല എന്ന് പറയുന്നതിനാണ് ഞാൻ എതിർക്കുന്നത്. അതിപ്പോൾ ശബരിമലയല്ല എവിടെയായാലും ആ വിഷയം വരുമ്പോഴത്തേക്ക് എതിർക്കേണ്ടി വരും. പിന്നെ ഞാൻ ഈ വിഷയത്തിൽ ഇടപെടാൻ കാര്യം, ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഒരു ഡോക്ടർ എന്ന് അവകാശപ്പെടുന്ന ഒരാൾ തന്നെ, ഒരു സ്ത്രീ തന്നെ അമേരിക്കയിലെ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ഈ ആർത്തവത്തെ പറ്റി ഒരുപാട് അശാസ്ത്രീയ കാര്യങ്ങൾ പ്രചരിപ്പിച്ചു. അത് ശുദ്ധ അബദ്ധമാണ്. ശാസ്ത്രവുമല്ല മെഡിക്കൽ സയൻസുമല്ല. ഒരു സ്വപ്നലോകത്തിൽ നിന്ന് സംസാരിക്കുന്ന ഒരാളെപ്പോലെ ആർത്തവത്തെപ്പറ്റി, ഉദാഹരണത്തിന് ക്ഷേത്രത്തിൽ ആർത്തവ സമയത്ത് കയറിക്കഴിഞ്ഞാൽ ആർത്തവ രക്തം ശരീരത്തിന് മേളിലോട്ട് കയറുമെന്ന് ഉൾപ്പെടെയുള്ള അബദ്ധങ്ങൾ, ശുദ്ധമായ അബദ്ധങ്ങൾ പ്രചരിപ്പിക്കുകയും അത് സമൂഹം മുഴുവൻ പ്രചരിക്കുകയും ചെയ്തപ്പോൾ അവിടെ ഞങ്ങൾ ഒരുപാട് ഡോക്ടർമാർക്ക് ഇടപെടേണ്ടി വന്നു. അത് തെറ്റിദ്ധാരണകൾ വരുത്തിയതുകൊണ്ട് അത് മാറ്റി നിർത്തപ്പെടുന്ന സ്ത്രീകളെ വീണ്ടും ഭയചകിതരാക്കാനും അവർ സ്വയം മാറി നിൽക്കാനും കൂടെ പ്രേരിപ്പിക്കുന്ന ഒരു പുരുഷ നിർമ്മിതമായ ഒരു സാധനമാണ്. അതിനെയാണ് ഞങ്ങൾ എതിർക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ശബരിമലയൊക്കെ വന്നപ്പോഴത്തേക്ക് ആ വിഷയം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടെന്നുള്ളതാണ്. പിന്നെ ഒരാളുടെ ഭക്തിയോ വിശ്വാസത്തെ ഞാൻ എതിർക്കുന്നില്ല. അത് ഈ പറഞ്ഞ പോലെ യുക്തി സഹമൊന്നും ആയിരിക്കില്ല. പക്ഷെ അതിനകത്ത് എൻ്റെ നിലപാടുകളുണ്ട്. പിന്നെ എൻ്റെ അമ്മ അമ്പലത്തിൽ പോകുന്ന ആളാണ്. അമ്മ അമ്പലത്തിൽ ഈ കൊണ്ടുപോകേണ്ടിയും വരാറുണ്ട്. പക്ഷേ എൻ്റെ നിലപാടുകൾ അല്ലെങ്കിൽ എൻ്റെ മക്കളോട് നിലപാട് അവരെ പഠിപ്പിക്കുന്ന രീതി എനിക്ക് വ്യത്യസ്തമാണ്. പിന്നെ ഒരാളുടെ സ്വാതന്ത്ര്യത്തെയും ഒരാളുടെ ആരോഗ്യത്തെയും ഒന്നും ഹനിക്കാത്ത രീതിയിൽ ആരും എന്ത് വിശ്വാസം കൊണ്ട് നടക്കുന്നതിനകത്ത് എനിക്ക് പ്രശ്നമില്ല. പക്ഷെ അത് മറ്റൊരാളെ വളരെ, ഞാൻ ക്ഷയരോഗത്തിൻ്റെ കാര്യത്തിൽ എവിടെ എടുത്താലും സ്ത്രീകളുടെ, ഞാൻ പ്രവർത്തിച്ചുള്ള എല്ലാ മേഖലയും എനിക്കറിയാം, സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ട്, സ്ത്രീകൾക്ക് സമത്വം കിട്ടുന്നില്ല. അതിൻ്റെ ഇടയിൽ ഒരു കാരണം കൂടെ പറഞ്ഞ് അവരെ മാറ്റി നിർത്തി അതിന് ശാസ്ത്രമാണ് റീസൺ എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും കൂടെ ചെയ്യുമ്പോഴാണ് എനിക്ക് കൃത്യമായ ഇടപെടൽ വേണ്ടി വരുന്നത്. അതിനകത്ത് പിന്നെ ഞാൻ മറ്റുള്ള നിലപാടുകളോ അല്ലെങ്കിൽ അത് എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്നോ ഒന്നും ഞാൻ നോക്കാറുമില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ എല്ലാവർക്കും എല്ലാം പഠിക്കാൻ കഴിയില്ല. അപ്പോൾ പഠിക്കാൻ അവസരം കിട്ടി സയൻസ് പഠിക്കാൻ കഴിഞ്ഞവർ സയൻസാണ് പ്രചരിപ്പിക്കേണ്ടത്. അപ്പോൾ അതെത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് നോക്കിയാൽ, ഇപ്പോൾ ഭൂമി ഉരുണ്ടാണെന്ന് പറഞ്ഞപ്പോഴും കല്ലേറ് കിട്ടിയിട്ടുണ്ട് പറഞ്ഞ ആൾക്ക്. അപ്പോൾ നമ്മളതുപോലെ ചില കാര്യങ്ങൾ സമൂഹത്തിൽ തിരുത്തലുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എത്ര വോട്ട് കിട്ടുമെന്നോ അല്ലെങ്കിൽ എത്ര പേര് എനിക്ക് അനുകൂലം നോക്കിയിട്ടല്ല ചെയ്യേണ്ടത്. അത് നമ്മൾ പലപ്പോഴും അതിനകത്ത് വരുന്ന വ്യക്തിപരമായ നഷ്ടങ്ങൾ സഹിക്കാനും ഞാൻ തയ്യാറാണ്. സയൻസിന് വേണ്ടി നിൽക്കുകയും
കുറച്ച് കഴിയുമ്പോൾ കൂടുതൽ പേർക്ക് അത് വിശ്വാസം വരികയും സമൂഹം മൊത്തത്തിൽ അതിന് ഗുണം ചെയ്യുമെന്നുള്ള വിശ്വാസത്തിന് പുറത്ത് ചെയ്തതാണ്. തീർച്ചയായും എന്തായാലും എൻ്റെ ഉദ്ദേശം നടന്നില്ല, ഡോക്ടറെ ഒന്ന് പ്രൊവോക്ക് ചെയ്യാം എന്ന് വിചാരിച്ചാണ്, നടന്നില്ല. ഡോക്ടർ വളരെ കൃത്യമായ നിലപാടാണ്. ശബരിമലയോ രാഷ്ട്രീയമോ ഒന്നുമല്ല ഡോക്ടർ വിഷയം. ഡോക്ടർ പറഞ്ഞത് വളരെ മെഡിക്കൽ റീസണാണ്. ആർത്തവം എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് അത് ഒരിക്കലും അശുദ്ധമല്ല എന്നുള്ളതിൻ്റെ മെഡിക്കൽ റീസൺസും ഒക്കെയാണ്, അതേക്കുറിച്ചാണ് ഡോക്ടർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഡോക്ടർ ഒരു കൗതുകത്തിനൊരു കാര്യം ചോദിച്ചോട്ടെ. അങ്ങ് വിദേശ രാജ്യത്ത് പ്രത്യേകിച്ചും വാഷിംഗ്ടണിൽ ജോലി ചെയ്യുന്നു. ഈ സമയത്ത് UN-ഉമായിട്ടും അല്ലെങ്കിൽ WHO-യുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിച്ചിരുന്നു. അവിടെ ഒരുപാട് വിദേശ ഡോക്ടർമാരൊക്കെ വരാറുണ്ട്. ഈ സമരവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിൽ BBC ഒക്കെ റിപ്പോർട്ട് ചെയ്ത വാർത്തകളുണ്ട്. ഈ വാർത്തകൾ അറിയുന്ന ഡോക്ടേഴ്സ് ആരെങ്കിലും ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്, എന്താണ് സംഭവിക്കുന്നത് ചോദിക്കുന്നത്? ഒരുപാട് പേര് പ്രത്യേകിച്ച് ഞാൻ കേരളത്തിൽ നിന്നാണെന്നും ഇന്ത്യയിൽ നിന്നാണെന്നും ഒക്കെ അറിയുന്നവർ. കേരളത്തിന് പൊതുജനാരോഗ്യ ഭൂപടത്തിലൊരു പ്രഥമ സ്ഥാനമുണ്ട്. പ്രത്യേകിച്ച് ചെറിയ അളവിൽ ചെറിയ ചെലവിൽ മെച്ചപ്പെട്ട ആരോഗ്യം പ്രദാനം ചെയ്യുന്നൊരു സംസ്ഥാനം. പിന്നെ വികസന രാജ്യങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ ആരോഗ്യ സൂചികകളുള്ളൊരു സംസ്ഥാനം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും കേരളത്തിലോ ഇന്ത്യയിലോ വന്നിട്ടില്ലാത്തവർ പോലും അവരുടെ പാഠപുസ്തകങ്ങളിൽ കേരളത്തെ പറ്റി പഠിക്കാറുണ്ട്. സ്വാഭാവികമായിട്ട് അറിയുന്നത്. പിന്നെ ഞാൻ കേരളീയനാണെന്ന് അറിയുമ്പോൾ പലരും ചോദിക്കും എന്താണ് അവിടെ നടക്കുന്നത്, സ്ത്രീകൾക്കെതിരെ സ്ത്രീകൾ തന്നെ മുന്നണിയിൽ വരുന്നു എന്നൊക്കെ ചോദിച്ച് അവർ വളരെ അതിശയത്തോടെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ വിശ്വാസത്തെപ്പറ്റി പറയുമ്പോൾ പോലും എല്ലാ മതങ്ങളിലും വിശ്വാസമുണ്ട്. വ്യത്യസ്ത മതങ്ങളിലും ജാതികളിലുമൊക്കെ വിശ്വാസങ്ങളും നമുക്ക് യുക്തിക്ക് നിരക്കാത്ത പല കാര്യങ്ങളും ചെയ്യാറുമുണ്ട്. അപ്പോൾ തന്നെയും ഈ സ്ത്രീകൾക്ക് കിട്ടിയൊരു അവകാശം, ഒരു സുപ്രീം കോടതി വിധിയിലൂടെ സ്ത്രീകളുടെ ഒരു അവകാശം സംരക്ഷിക്കപ്പെട്ടപ്പോൾ അതെങ്ങനെ സ്ത്രീകൾക്ക് അതിനെതിർക്കാൻ കഴിയുമെന്നൊക്കെ ചോദിച്ചവരുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ യുക്തിഭദ്രതയ്ക്ക് അപ്പുറത്തേക്ക് ആളുകളുടെ വിശ്വാസം കൊണ്ട് ചെയ്യുന്നതാണെന്ന് തിരുത്തപ്പെടേണ്ടതെന്ന് പറയുമ്പോൾ തന്നെ ഇത് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു വളരെ ന്യായീകരിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ എഴുതി ഉൾപ്പെടെ കാണിച്ചു കൊടുത്തത് ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോകുന്നതാണ്, അല്ലെങ്കിൽ വിശ്വാസം ശാസ്ത്രത്തെ മറികടക്കുമ്പോൾ പറ്റുന്നൊരു അവസ്ഥയാണെന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നു. പക്ഷേ എത്ര പറഞ്ഞിട്ട് ഇത് എന്തുകൊണ്ട് ആൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു, സ്ത്രീകൾ സ്വയം അശുദ്ധരാണെന്ന് പറയാൻ കഴിയുമെന്നൊക്കെ മനസ്സിലാകത്തില്ല. ഇതൊന്നുമല്ല, എൻ്റെ മക്കൾ 4-5 വയസ്സ് വരെയൊക്കെ കേരളത്തിലുണ്ടായിരുന്നുള്ളൂ. മലയാളികളായി തന്നെയാണ് അവരും വളരുന്നത്. മലയാളി രീതികളൊക്കെ ഒരുപാടുണ്ടെങ്കിൽ പോലും അവർ ഈ നാട്ടിലെ സംസ്കാരത്തിൽ അല്ലെങ്കിൽ ഇത്തരം വിശ്വാസങ്ങൾ അധികം കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഈ കുട്ടികൾ ചോദിച്ചു ടെലിവിഷനിലൊക്കെ എന്താണ് അച്ഛനും അമ്മയൊക്കെ എപ്പോഴും കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരുപാട് തർക്കം ശബരിമല ഇതൊക്കെ കേട്ടിട്ടുണ്ട് അവർ. പക്ഷേ എന്താണ് ഈ പുതിയ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക, ഈ ദേശീയോട് പറയുന്ന കണക്കാണ്, അവർക്ക് എന്താ ഈ പ്രശ്നം എന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ കേരളത്തിൽ ജീവിക്കുന്ന ആ ചെറിയ ഭൂവിഭാഗത്തിൽ ജീവിക്കുന്ന പ്രത്യേക മതങ്ങൾ വിശ്വസിക്കുന്ന ഒരു പ്രത്യേക വിഭാഗം ആൾക്കാരുടെ ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. അല്ലെങ്കിൽ ഇതൊരു ലോകാരോഗ്യ സംഘടന ഏറ്റെടുക്കേണ്ട വിഷയമല്ല. ലോകാരോഗ്യ സംഘടന പറയുകയാണെങ്കിൽ ഇവരെ മുഴുവൻ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഒരു പ്രത്യക്ഷത്തിൽ ഒരാളുടെയും നിലനിൽപ്പിനെയോ ആരോഗ്യത്തെയോ ഒന്നും ബാധിക്കാത്തൊരു വിഷയത്തിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതൊരു അതിശയമായിട്ടാണ് പുറം ലോകമാണ്. മാറി ചിന്തിക്കും എനിക്ക് പോലും തോന്നാറുണ്ട്, എന്തുകൊണ്ട് നമുക്കിനി ചിന്തിക്കേണ്ടി വരുന്ന എനിക്ക് എത്ര ആലോചനയും പിടികിട്ടുന്നില്ല. നമ്മൾ ലജ്ജിക്കേണ്ട ഒരുപാട് അവസരങ്ങളിലൂടെയാണ് പ്രത്യേകിച്ചും ഇത്തരത്തിൽ ജോലി ചെയ്യുന്ന മലയാളികളടക്കമുള്ള ആളുകൾ കടന്നു പോകേണ്ടത് എന്നുകൂടിയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നാട്ടിൽ നടക്കുന്ന നമ്മുടെ രാഷ്ട്രീയ പ്രശ്നങ്ങളും സാമൂഹിക പ്രശ്നങ്ങളും ഒക്കെ അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്, അതൊക്കെ ചർച്ചാ വിഷയങ്ങൾ ആകുന്നുണ്ട് എന്നുള്ളൊരു വിഷയം കൂടിയാണ് ഡോക്ടർ സൂചിപ്പിച്ചത്. എന്തായാലും വളരെ തിരക്കിട്ട ഔദ്യോഗികവും വ്യക്തിപരവുമായ ഒരുപാട് പരിപാടികൾക്കിടയിൽ ചാനൽ ഡി പ്രേക്ഷകർക്ക് വേണ്ടി കുറച്ച് സമയം അങ്ങ് ചെലവഴിക്കാൻ കാണിച്ച സന്മനസ്സിന് കഫേ ഡി പ്രേക്ഷകരോടും ചാനൽ ഡി പ്രേക്ഷകരുടെയും ഒക്കെ പേരിൽ സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനിയും കൂടുതൽ പ്രോഗ്രാമുകളുമായിട്ട് നമുക്ക് ചാനൽ ഡിയിലേക്ക് എത്തിച്ചേരണം എന്നുള്ളൊരു അഭ്യർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ഷോ വൈൻഡ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ചാനൽ ഡി പ്രേക്ഷകരോട് പറയാം? അല്ല, ഞാൻ അധികം വന്നിട്ടില്ലാത്ത പ്രദേശമാണ് UAE. 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ യാത്ര ചെയ്യുന്ന കൂടുതലും ദുരിതങ്ങളൊക്കെ ഉള്ള ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഏഷ്യൻ രാജ്യങ്ങളാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ എപ്പോഴും ഇവിടുത്തെ ചില കാര്യങ്ങൾ എനിക്ക് താല്പര്യങ്ങൾ വരാറുണ്ട്. പിന്നെ മലയാളികൾ ഒരുപാടുള്ളതുകൊണ്ട് അവരുടെ സംശയങ്ങളും കൗതുകങ്ങളും ഒക്കെ. ഇനി വരുമ്പോഴും ഞാൻ വരാനും കൂടുതൽ മലയാളികളുമായിട്ടൊക്കെ ഇൻറ്ററാക്ട് ചെയ്യാനും ഒക്കെ തയ്യാറാണ്. പിന്നെ എൻ്റെ അഡ്രസ്സും എല്ലാം എല്ലായിടത്തും ലഭ്യമാണ്. അപ്പോൾ എന്നോട് വ്യക്തിപരമായി ഇൻഡിവിജ്വലായിട്ടൊക്കെ എന്നെ സമീപിക്കാവുന്നതാണ്. ഞാൻ അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ മനോഹരമായൊരു കഫേ ഡി സ്റ്റോറിയാണ് നമ്മളിവിടെ പൂർത്തിയാക്കുന്നത്. കൂടുതൽ കഫേ ഡി സ്റ്റോറീസും ഒക്കെ ആയിട്ട് തിരിച്ചെത്താം മറ്റൊരവസരത്തിൽ. നന്ദി, നമസ്കാരം.